ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാലുകളിടറുകില്ല, എന്റെ കാലുകളിടറുകില്ല. ബാറക്കുമോർ ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും അഭിമന്യ തിരുമേനി, ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ കൂട്ടുവേലക്കാരെ, പ്രിയ ഷമ്മാശൻ, പ്രിയ സിസ്റ്റർ, ഈ ശുഭസുന്ദരമായ സന്ധ്യാസമയത്ത് മനോഹരമായ ഈ യോഗവേദിയിൽ പ്രാർത്ഥനാപൂർവം കർത്തൃവചനത്തിന് കാതോർക്കുവാൻ തൃതീയ സന്ധ്യയിൽ ചേർന്ന് വന്നിട്ടുള്ള ദേശവാസികളും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളുടെ കൂട്ടമേ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സന്ധ്യാവന്ദനം, സ്നേഹവന്ദനം അറിയിക്കട്ടെ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ തുടർച്ചയായി 8ാമത്തെ വർഷമാണ് പെരിയപ്പുറം കൺവെൻഷനിൽ ബലഹീനനായ അച്ഛൻ സംസാരിക്കുന്നത്. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിനു മുമ്പിൽ കാതോർത്ത് ഇരിക്കണമെന്ന് വിനയത്തോടെ അറിയിക്കട്ടെ. ദൈവമക്കളെ, ഇന്ന് രാത്രി അഭിമന്യ തിരുമേനിയുടെ അനുവാദത്തോടെ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനായി വേർതിരിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്ന് ഒരു വേദഭാഗമാണ്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിലെ 17-ാം തിരുവചനം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നമ്മുടെ തലകളെ കർത്തൃമുമ്പിൽ നമിക്കാം, ബാഹ്യമായ കണ്ണുകളെ അടയ്ക്കാം, ആന്തരിക നയനങ്ങളെ തുറക്കാം. എൻ്റെ നാമത്തിൽ 2 or 3 പേർ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാൻ വരുമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് പരിശുദ്ധനായ തമ്പുരാൻ വാസ്തവമായിട്ടും ഈ മുറ്റത്ത് എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ നാം ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിലാകയാൽ തിരുമുമ്പിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കി തിരുകൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ സർവശക്തനായ സ്വർഗീയ രാജാവേ, ഈ മനോഹര സന്ധ്യയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാണപ്രിയനെ, ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഭവനങ്ങളിലും ആയിരുന്ന ഞങ്ങളെ ഒരുമയോടും ഒരുക്കത്തോടും തൃപ്പാദപീഠത്തിൽ കൂട്ടിവരുത്തിയ വൻ കൃപയ്ക്കായി നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. വല്ലഭനെ, ഞങ്ങൾ വന്നതല്ല, നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ദൈവമേ, കൃപയാൽ നീ ഞങ്ങളെ കൂട്ടിയിരുത്തിയിരിക്കുകയാണ്. ഇന്നോളം ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്, അതും നിന്റെ കൃപയാൽ തന്നെ. അപ്പനെ, പാദപീഠത്തിലിരുന്ന് തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കട്ടെ, തിരുമനസ്സലിയണമേ. ഇന്ന് രാത്രികാലത്തെ പഠനത്തിനായി തിരുവചനത്തിൽ നിന്ന് വായിച്ചിട്ടുള്ള വേദഭാഗത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പണമേ. ഈ ജനം വിശപ്പോടും ദാഹത്തോടും വന്നിരിക്കുകയാണ് കർത്താവേ. ഇത് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും തന്നെ. നിന്റെ മക്കളെ തൃപ്തിപ്പെടുത്തി അയക്കുമാറാകണമേ. ഇന്ന് രാത്രി ഇവിടെ വന്നവരാരും വന്നതുപോലെ മടങ്ങരുത് കർത്താവേ. ഇരിക്കുന്നവരാരും ഇരുന്നത് പോലെ എഴുന്നേൽക്കരുത് കർത്താവേ. വന്നിട്ടുള്ള ഒരാളും വന്ന വഴിയിലൂടെ, അർത്ഥാൽ പാപ വഴിയിലൂടെ മടങ്ങരുത് കർത്താവേ. എല്ലാ ഉള്ളങ്ങളോടും ആഴമായി, തീക്ഷ്ണമായി, തീവ്രമായി, ശക്തമായി പൊന്നു കർത്താവ് വാദിച്ചു കൊണ്ടിരിക്കണമേ. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്തിന് മുകളിൽ സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗദൂതന്മാർ ഞങ്ങളുടെ മധ്യേ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഇവിടെ പരിമഞ്ഞായി പെയ്യണമേ, കൊടുങ്കാറ്റായി വീശണമേ. വചനം ഇന്ന് രാത്രി ഇവിടെ തീ മഴ പോലെ കത്തി ഇറങ്ങണമേ. ഞങ്ങൾ ആത്മവിവശതയിലാകുവോളം അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധനെ, ഞങ്ങൾ പാദപീഠത്തിൽ വിനയത്തോടെ അർപ്പണം ചെയ്യുന്നു, അനുഗ്രഹിച്ചാലും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, മഹത്വം കർത്താവിന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തുതി. പ്രിയരെ, നാം ഇന്ന് രാത്രികാലത്തെ പഠനത്തിനായി തിരുവചനത്തിൽ നിന്ന് വായിച്ചത് വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. അവിടെ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറഞ്ഞു: ഒരുത്തൻ ഒരുത്തി
ക്രിസ്തുവിലായാൽ അവൾ പുതിയ സൃഷ്ടിയാകുന്നു. അതോടെ പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് മുഴുവനും പുതിയതായി തീർന്നിരിക്കുന്നു. ഒരാൾ പുതിയ സൃഷ്ടിയാകുന്നത് എപ്പോൾ? ക്രിസ്തുവിലാകുമ്പോൾ. ആരാണ് ക്രിസ്തു? പ്രിയരെ, പുതിയ നിയമത്തിൽ ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാ: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മുഖാന്തിരം സകലതും ഉളവായി, ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല. ഈ വചനം ആദിയിൽ ദൈവത്തോടൊപ്പമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഈ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിലെത്തുമ്പോൾ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദിയിൽ ഉണ്ടായിരുന്ന, ദൈവത്തോടൊപ്പമായിരുന്ന, ദൈവമായിരുന്ന, സൃഷ്ടിക്ക് കാരണഭൂതനായി തീർന്ന ഈ വചനം ലോഗോസ് ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ പേര് ജീസസ്, യേശു ക്രിസ്തു എന്നാകുന്നു. സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യനായി അവതരിച്ച ആ മഹത് വ്യക്തിത്വത്തിന്റെ പേരാണ് ക്രിസ്തു. ആമേൻ. ഒരാൾ യേശു ക്രിസ്തുവിലായാൽ അപ്പോൾ ആ ആൾ പുതിയ സൃഷ്ടിയായി തീരുന്നു. ഒരാൾ യേശു ക്രിസ്തുവിലാകുന്നത് വരെ അയാൾ പഴയ സൃഷ്ടിയാണെന്ന് വായിക്കണം. എങ്കിലേ ഈ വിഷയത്തിന്റെ ആഴവും അർത്ഥവും നമുക്ക് ഗ്രഹിക്കാൻ ഒക്കുകയുള്ളൂ. ക്രിസ്തുവിലായാൽ ഒരാൾ പുതിയതാണ്, ക്രിസ്തുവിലാകുവോളം ഒരാൾ പഴയതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ ഒന്നുകിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യൻ പഴയതായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ ഒരു പുതുക്കം വേണ്ടി വന്നത്. അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് മനുഷ്യൻ പുതിയതായിരുന്നു. യാത്രക്കിടയിൽ എപ്പോഴോ അവൻ പഴയതായിപ്പോയി. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഒരു പുതുക്കം വേണ്ടി വന്നത്. ഈ 2 അഭിപ്രായങ്ങളിൽ നിങ്ങൾ ഏതിനോട് ചേരുന്നു? 1-ാമത്തേതിനോടോ 2-ാമത്തേതിനോടോ? ഉത്തരം പറയണം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരുന്ന ഞാൻ വിചാരിക്കും നിങ്ങൾ മരിച്ചുപോയി എന്ന്. അങ്ങനെയാണെങ്കിൽ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലായിരിക്കും എന്ന് ബാക്കി ശുശ്രൂഷ. മിണ്ടണം. അച്ഛൻ 2 അഭിപ്രായം പറഞ്ഞു. ഒന്ന്, സൃഷ്ടിക്കപ്പെട്ടപ്പോഴേ മനുഷ്യൻ പഴയതായിരുന്നു, അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഒരു പുതുക്കം വേണ്ടി വന്നത്. അല്ല, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുതിയതായിരുന്നു, പ്രയാണമാർഗത്തിൽ എവിടെയോ അവന് വീഴ്ച പറ്റി പഴയതായി, അതുകൊണ്ടാണ് ഒരു പുതുക്കം വേണ്ടി വന്നത്. ഇതിലേത് അഭിപ്രായത്തോട് നിങ്ങൾ ചേരുന്നു? 1-ാമത്തേതിനോടോ 2-ാമത്തേതിനോടോ? മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒച്ചയുണ്ടായി. ആമേൻ. 2-ാമത്തെ അഭിപ്രായത്തോട് നിങ്ങൾ ചേരുന്നു. ഞാനും അതിനോട് ചേരുകയാണ്. വേറെ നിവൃത്തിയില്ല ഇവിടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുതിയതായിരുന്നു, തികച്ചും പുതിയതായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു, കുലീനമായിരുന്നു. അതെ, ആ സൃഷ്ടിക്കപ്പെട്ട സമയത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ച് കാണുമോ? സാധ്യതയില്ല. നിങ്ങൾക്ക് വേറെ ഒരുപാട് ജോലിയുണ്ടല്ലോ. സൃഷ്ടിക്കപ്പെട്ട സമയത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? 8-ാം സങ്കീർത്തനം അതിന്റെ ഉത്തരം പറയുന്നുണ്ട്. 8-ാം സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോ ഈ മർത്യനെ നീ ഓർക്കാൻ അവൻ എന്തുള്ളൂ? ഈ മനുഷ്യപുത്രനെ നീ സന്ദർശിക്കാൻ അവൻ എന്തുമാത്രം? ഈ ചോദ്യം ചോദിച്ച സങ്കീർത്തനക്കാരൻ അതിന്റെ ഉത്തരം 5-ാം വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമേ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇവിടെ പറഞ്ഞു: ദൈവത്തെക്കാൾ
അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ സർവശക്തനായ ദൈവം എന്തോരം ഉണ്ടായിരുന്നു, അതിലും അല്പം താഴെയാണ് ആദി മനുഷ്യന്റെ അവസ്ഥ. ദൈവത്തിന് എത്രമാത്രം തേജസ് ഉണ്ടായിരുന്നു, അതിന്റെ അല്പം താഴെയായിരുന്നു മനുഷ്യന്റെ തേജസ്. ദൈവത്തിന് എത്രമാത്രം ബഹുമാനം ഉണ്ടായിരുന്നു, അതിൽ അല്പം താഴെയായിരുന്നു മനുഷ്യന്റെ ബഹുമാനം. ഈ മനുഷ്യൻ എന്തോരം ഉണ്ടെന്നറിയാൻ എന്താ ഒരു മാർഗം? പ്രിയപ്പെട്ടവരെ, അച്ഛൻ അതിന് ഉദാഹരണം പറയട്ടെ. ഒരു കൊച്ചിനെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു. ഈ കൊച്ചിന് അവന്റെ അപ്പനേക്കാൾ 25 വയസ്സ് പ്രായം കുറവാണ്. എങ്കിൽ കൊച്ചിന്റെ പ്രായം അറിയാനുള്ള സൂത്രവാക്യം പറയാൻ ആർക്ക് കഴിയും? അല്പം മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് എളുപ്പമാണ്. അപ്പന്റെ പ്രായം കണ്ടുപിടിക്കുക, -25 സമം മകന്റെ പ്രായം. ഇത് എളുപ്പമുള്ള ഒരു സൂത്രവാക്യമാണ്. അപ്പോൾ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട നാളിലെ മനുഷ്യൻ എത്രയുണ്ടെന്നറിയാൻ എന്താണ് മാർഗം? ആദ്യം ദൈവം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് -അല്പം സമം മനുഷ്യൻ എന്ന് വായിക്കണം. ദൈവം എന്തോരമുണ്ട് ആർക്ക് പറയാനാകും? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉത്തരം പറയാനാകുമോ? ദൈവം എത്ര കാണും? ദൈവത്തിന്റെ വലിപ്പം എത്ര കാണും? എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആരും അതിന്റെ ഉത്തരം പറയുമെന്ന്. കാരണം ഇവിടെ ഇരിക്കുന്ന ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണത്. ദൈവം ആരാണെന്നോ, എവിടെയാണെന്നോ, എങ്ങനെ ഇരിക്കുന്നുവെന്നോ, എന്താണെന്നോ അന്വേഷിക്കാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. എന്നാൽ 10 കാശ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നവരുടെ വായിൽ ഉത്തരവുണ്ട്. ഏത് മാർഗം സ്വീകരിച്ചാൽ, ആരെ തോൽപ്പിച്ചാൽ, ആരെ കബളിപ്പിച്ചാൽ, ആരെ പറ്റിച്ചാൽ 10 കാശ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യമാണ്. ഇനി രാത്രിയിൽ ജോലി ചെയ്ത് അയൽവക്കക്കാരുടെ അതിർത്തിക്കല്ല് മാറ്റിയിട്ടാൽ ലാഭമുണ്ടാക്കാമെന്ന് പറയാനും ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. ഞാൻ ഈ പെരിയ പുറംകാരെ കുറിച്ചാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷെ കർത്താവ് ആരാണെന്നും എങ്ങനെ ഇരിക്കുന്നുവെന്നും ഇവിടെ ആർക്കും അറിയില്ല, അന്വേഷിച്ചിട്ടേ ഇല്ല. എന്നാൽ ദൈവം എത്രയുണ്ടെന്നറിയാതെ എങ്ങനെ മനുഷ്യൻ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവം എത്രയുണ്ടെന്ന് എങ്ങനെ വിഭാവനം ചെയ്യാം? ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അച്ഛൻ ഈ വേദപുസ്തകം പരതി പരിശോധിച്ചപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു ഞാൻ കണ്ടു എന്ന്. ആരാണാവോ? നിങ്ങൾക്കറിയില്ല. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കണ്ട ഒരു ദർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവ് കണ്ട ദർശനം ഇങ്ങനെയാണ്: ഉസിയ രാജാവ് മരിച്ചു. മരിച്ചു അതിനെന്താ? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് ഒരു ദർശനം കണ്ടിരിക്കുകയാണ്. അത് സംഭവിച്ചത് ഉസിയ രാജാവ് മരിച്ചയാണ്ടിലാണ്. എന്ത് കണ്ടു? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള എന്ന് വെച്ചാൽ അത്യുന്നതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ ആകമാനവും നിറച്ചിരുന്നു. അവന്റെ സിംഹാസനത്തിനു ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. ദൈവത്തിന്റെ 10 വൃന്ദം മാലാഖമാരിൽ ഒരു വൃന്ദം മാലാഖമാർ ലൂസിഫറും അവന്റെ ഗണത്തിൽപ്പെട്ടവരും അത്യുന്നതനായ ദൈവത്തോട് അഹങ്കാരത്താൽ മത്സരിച്ച് നിഷ്കാസനം ചെയ്യപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ശേഷിച്ച 9 വൃന്ദം മാലാഖമാരിൽ ദൈവത്തോട് ഏറ്റവും അടുത്തു നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന മാലാഖാ വൃന്ദത്തിന്റെ പേരാണ് സാറാഫുകൾ. നാം സ്രൊപ്പേ മാലാഖമാരെന്ന് വിളിക്കുന്നവർ. സാറാഫ് എന്ന വാക്കിന് കൊടുത്തിട്ടുള്ള ഒരർത്ഥം അഗ്നിധാരി എന്നാണ്. തീക്കുപ്പായം ധരിച്ചിരിക്കുന്നവർ എന്നാണ് സാറാഫ് എന്ന വാക്കിന്റെ അർത്ഥം. അവർ ധരിച്ചിരിക്കുന്ന കുപ്പായം എന്തുകൊണ്ടുണ്ടാക്കിയതാ? തീ കൊണ്ടുണ്ടാക്കിയതാ. മിണ്ടൂല്ല എന്ന് വാശിയാണ്. നിങ്ങൾ ഇന്ന് തന്നെ മറ്റേ ശുശ്രൂഷ നടത്തിയ ബിടുള്ളൂ എന്നാണ് തോന്നുന്നത്. ആമേൻ. ഈ സാറാഫുകൾ ധരിച്ചിരിക്കുന്ന കുപ്പായം എന്തുകൊണ്ടുണ്ടാക്കിയതാ? തീ കൊണ്ടുണ്ടാക്കിയതാണ്. ആ തീക്കുപ്പായം ധരിച്ചിരിക്കുന്ന സാറാഫുകൾ അവന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നിരുന്നു. നമ്മൾ ഇട്ടിരിക്കുന്ന കുപ്പായം എന്തുകൊണ്ടുണ്ടാക്കിയതാ? തുണി കൊണ്ടുണ്ടാക്കിയതാ. പ്രിയപ്പെട്ടവരെ, തീക്കുപ്പായം ധരിച്ചിരിക്കുന്ന ഒരു വൃന്ദം മാലാഖമാർ, അവരെ കുറിച്ചാണ് പിതാക്കന്മാർ നമ്മളെ ഇങ്ങനെ പാടി പഠിപ്പിച്ചത്: അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു,
അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലുടുത്തോർ നോക്കുകയിലെരിയുന്നുടനെ അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റം. ഈ പാട്ട് പാടാനറിയാം, അർത്ഥം നമുക്കറിയില്ല. ഇന്നോളം ഈ ആരാധനാ ഗീതങ്ങൾ പാടിയ ജനം ഒരിക്കലെങ്കിലും അതിന്റെ അർത്ഥം എന്തെന്ന് ആരാഞ്ഞിരുന്നെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് പണ്ടേ മാനസാന്തരപ്പെട്ടനെ. പക്ഷെ നമ്മൾ പാടുന്നു, ചിന്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പാട്ട് പലപ്പോഴും അതിന്റെ താളവും ഋതവും മാറാറുണ്ട്. ഇപ്പൊ പെസഹ വ്യാഴാഴ്ച വരുമ്പോ ഈ പാട്ട് പാടുമ്പോ അതിന്റെ ഋതം മാറും, അർത്ഥവും മാറും. അതറിയില്ലല്ലേ? പെസഹ വ്യാഴാഴ്ച ഈ പാട്ട് എങ്ങനെയാ പാടുകയെന്നറിയോ? അഗ്നിമയൻ, ബാക്കി മാരാരെ നോക്കിൽ വിറച്ചിടുന്നു. ഞാൻ മനഃപൂർവ്വം നിർത്തി പാടിയതാ. അഗ്നിമയൻ ആരെ നോക്കുമ്പോ പറയ്ക്കുന്നു? മാരാരെ. ഹായ്, എനിക്ക് തോന്നുന്നത് ശ്രീമാൻ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ പാട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങിയത്. പക്ഷെ പാടുന്നവരതിന്റെ അർത്ഥം അറിയുന്നില്ല. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു. ആ ഋതത്തിൽ തന്നെ അത് അർത്ഥസമ്പുഷ്ടതയോടെ പാടാം. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല. മിക്കവാറും പള്ളിയിൽ മാരാരെ നോക്കി വിറയ്ക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, വിവരമറിഞ്ഞിരിക്കണം. ഇത് ചിന്തയായി കിടക്കട്ടെ. അതെ, ഇതേ സംഭവമാണ് ശ്രാപ്പികളെ കണ്ടേശായ എന്ന ഗീതത്തിൽ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. അവിടെ പറയുന്നു മാലാഖമാരെ കുറിച്ച്. ആ മാലാഖമാരെ കുറിച്ച് സിയ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഓരോരുത്തൻ 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. ഒരു മാലാഖയ്ക്ക് 6 ചിറക് എന്തിനാ? പറക്കാനാണെങ്കിൽ 2 പോരാ, അവൻ 6 വേണം, പറക്കാനല്ല. 2 ചിറക് കൊണ്ട് കാൽപാദം മൂടി, 2 ചിറക് കൊണ്ട് മുഖകമലം മൂടി, ശേഷിച്ച 2 കൊണ്ട് അവർ പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിച്ച് സ്തുതിച്ചു കൊണ്ടിരുന്നു. അവരുടെ ആരാധനാ സ്തുതിയുടെ ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മറപ്പടികൾ കുലുങ്ങി എന്ന് യെശയ്യാവ് കണ്ട് ഞെട്ടലോടെ രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആ മാലാഖമാർക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ടവർ കാൽ മൂടി. എന്തിന്? 2 കൊണ്ടവർ മുഖം മൂടി. എന്തിന്? കാരണമുണ്ട്. ഈ മാലാഖമാർ ധരിച്ചിരിക്കുന്നത് തീക്കുപ്പായമാണ്. അത് കഴുത്ത് മുതൽ കണങ്കാൽ വരെ എത്തുന്ന കുപ്പായമാണ്. അവരുടെ പാദങ്ങൾക്ക് ഈ കുപ്പായത്തിന്റെ സംരക്ഷണമില്ല. അവരുടെ മുഖത്തിന് ഈ കുപ്പായത്തിന്റെ സംരക്ഷണമില്ല. ജ്വലിപ്പിക്കുന്ന മഹാ അഗ്നിയായ അവർണ്ണനീയ തേജസ്സായ ദൈവത്തിന്റെ മുമ്പിൽ കാലും മുഖവും മറയ്ക്കാതെ ഈ സാറാഫുകൾ ചെന്ന് നിന്നത് പരമാർത്ഥമാണെങ്കിൽ നൊടി നേരത്തിനുള്ളിൽ അവർ കത്തുപിടിച്ച് ഉരുകിപ്പോകും. അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ 2 അഗ്നിച്ചിറക് കൊണ്ട് കാൽപാദം മൂടി, 2 അഗ്നിച്ചിറക് കൊണ്ട് മുഖവും മൂടി അവർ ദൈവസിംഹാസനത്തിൽ അടുത്ത് ചെന്ന് ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന്റെ മാലാഖാവൃന്ദത്തിലെ പ്രധാന ഗണമായ സാറാഫുകൾ പോലും കാലും മുഖവും മൂടിക്കൊണ്ടാണ് അടുത്ത് ചെന്നവനെ ആരാധിച്ചു െന്ന് ഓർക്കുമ്പോൾ ദൈവമക്കളെ, ഈ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴെയായിരുന്നു ആദിമ മനുഷ്യന്റെ അവസ്ഥ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ചേതനിലാക്കിയ മനുഷ്യൻ ദൈവം വരുമ്പോൾ ഓടിച്ചെല്ലുമായിരുന്നു. ദൈവത്തെ കെട്ടിപ്പിടിച്ച് ഇരുകവിളിലും ചുംബിക്കുമായിരുന്നു. ദൈവത്തിന്റെ തോളിൽ കൈയിട്ട് ഏതനിലൂടെ നടക്കുമായിരുന്നു. ദീർഘസമയം സഞ്ചരിച്ച് കുശലം പറയുമായിരുന്നു. ആദമിന് തീപ്പൊള്ളലേറ്റില്ല, ഹൗവയ്ക്ക് തീപ്പൊള്ളലേറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദൈവ തേജസ്സിനടുത്ത തേജസ് ഉണ്ടായിരുന്നു. തീക്കുപ്പായം വേണ്ട, ചിറകും വേണ്ട, അതില്ലാതെ തന്നെ അവർ തേജസ് ഉള്ളവരായിരുന്നു. ആകയാൽ അവർക്ക് പൊള്ളലേറ്റില്ല. ആദിമ മനുഷ്യന്റെ അവസ്ഥ പുതിയതായിരുന്നു, ശ്രേഷ്ഠതയുള്ളതായിരുന്നു, കുലീനത്വമുള്ളതായിരുന്നു, അവർണ്ണനീയ പ്രകാശമുള്ളതായിരുന്നു ആദിമനുഷ്യൻ. പക്ഷെ ഇപ്പോഴോ ഇവിടെ ഇരിക്കുന്ന ചിലരെ കണ്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു തേജസ്സുമില്ല. ചില മനുഷ്യരെ നട്ടുച്ചയ്ക്ക് കണ്ടാലും ടോർച്ചടിച്ച് നോക്കണം. നിറം കറുത്തത് കൊണ്ടല്ല, മുഖത്തൊരു പ്രസാദവും ഇല്ല, മ്ലാനത. എന്ത് പറ്റി? പഴയതായി പോയി.
സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുതിയതായിരുന്നു, തേജസ് ഏറിയതായിരുന്നു. അതിനെ അച്ഛൻ എങ്ങനെ വർണ്ണിക്കും? ഇപ്പൊ നല്ല ചൂടുള്ള കാലാവസ്ഥയാ. കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മാസത്തിൽ 10 ദിവസം മാത്രമുണ്ടായ കാലാവസ്ഥ ഈ കൊല്ലം ഫെബ്രുവരി മുഴുവനും തീർന്ന് മാർച്ചിലേക്ക് കയറി. 10 ദിവസത്തിനുള്ളിൽ മഴ പെയ്തില്ലെങ്കിൽ ഈ കേരളത്തിൽ സൂര്യതാപമേറ്റ ആളുകൾ മരിക്കാൻ തുടങ്ങുമെന്ന് ഓർമ്മയിൽ വെച്ചോണം. അതുകൊണ്ട് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം മഴ പെയ്യാൻ. ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു. പ്രിയപ്പെട്ടവരെ, കിണറുകളെല്ലാം പാറക്കെട്ടുകളെ പോലെ ഉണങ്ങാൻ പോയ ദാഹജലത്തിന് വേണ്ടി വേഴാമ്പൽ പോലെ കേഴുന്നൊരു കാലമാകും ഇത്. ഈ നാടാകും ഇത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഈ നാടിനെ വിളിക്കാൻ കാരണം ഇതിന്റെ പച്ചപ്പാണ്. ഹരിതവർണാഭമായ പച്ചപ്പട്ട് പുതച്ച സുന്ദരിയായ മലയാളക്കരെ അങ്ങനെ നാണം കുണിങ്ങി നിൽക്കുമ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടവരൊക്കെ പറഞ്ഞു, ഹായ്, ഇത് ഗോഡ്സ് ലാൻഡ് തന്നെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പച്ചപ്പ് പോവുകയാണ്. ആ ഗൾഫ് നാടുകളെക്കാൾ കഷ്ടമായി ഇത് തീരാൻ പോവുകയാണ്. ഇപ്പോഴിവിടെ ജീവിക്കണമെങ്കിൽ AC ഇല്ലാതെ തരമില്ല. PC ഇവിടെ ഇല്ല. PC എന്ന് പറഞ്ഞാൽ പുറം കാറ്റ്. പ്രകൃതി അനങ്ങണില്ലല്ലോ. ആളുകൾ ഇങ്ങനെ ചുട്ടുപൊള്ളി തീരുകയാണ്. ഓർക്കട്ടെ, ഈ മനോഹര രൂപണിയായ നമ്മുടെ നാട് പോലും നാശത്തിലേക്ക് നടന്നു കയറുകയാണെന്ന് ഓർത്തു വെക്കുമ്പോൾ ഹൃദയത്തിൽ എഴുതുക പ്രിയപ്പെട്ടവരെ. ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത്, ഈ നട്ടുച്ച സമയത്ത്, നാളെ നട്ടുച്ച സമയത്ത് ഇതുപോലെ വിശാലമായ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്ന് 1 മണി നേരത്ത് കത്തി നിൽക്കുന്ന സൂര്യനെ 10 മിനിറ്റ് നേരം ഇമ വെട്ടാതെ നോക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. സൂര്യന്റെ തേജസ് താങ്ങാനാകുന്നില്ല. ഈ രാത്രിയിൽ പോലും ചൂട് സഹിക്കാനാകുന്നില്ല. പിന്നെ പകൽ സൂര്യനെ നോക്കാനാകുമോ? ഒരു സൂര്യൻ ഇത്രയും തേജസ്സും ഇത്രയും ചൂടും ഇത്രയും വെളിച്ചവുമെങ്കിൽ 10 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാലോ ആർക്കതിന് നേരിടാനാകും? അല്ല, ഒരു 100 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാലോ ആർക്കതിന് നേരിടാനാകും? അത് പിന്നെ ചിന്തിക്കാൻ ഒന്നുമില്ല. ഈ ഭൂമി ഭസ്മമായി കത്തിച്ചാമ്പലായി പോകും. ഒറ്റ ഗുണം, ആർക്കും ശവപ്പെട്ടി തേടണ്ട. സകല മനുഷ്യരും നിന്ന നിൽപ്പിൽ കത്തിപ്പോകുമല്ലോ. പിന്നെ പെട്ടി എന്തിന്? പ്രിയരെ, 1000 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാൽ എന്തായിരിക്കും തേജസ്? ബുദ്ധിക്കപ്പുറമാണ്. ഒരു 10,000 മധ്യാഹ്ന സൂര്യൻ ഒരുമിച്ച് ഉദിച്ചു വിഹായസിൽ നിന്നാൽ അപ്പോൾ അതിൽ നിന്ന് വമിക്കുന്ന തേജസ്സിനേക്കാൾ 10,000 മടങ്ങെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അതുമല്ല ദൈവ തേജസ്. കോടാനുകോടിക്കണക്കിന് സൂര്യഗോളങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ വഴിഞ്ഞു വീഴുന്നതായ പ്രകാശധാരയുടെ കോടാനുകോടി മടങ്ങ് തേജസ്സുള്ളവനാണ് സ്വർഗത്തിലെ ദൈവമെന്ന് മനുഷ്യബുദ്ധി കൊണ്ട് അളന്നു വെക്കുമ്പോൾ അതിനേക്കാൾ അല്പം താഴെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ നീ ആര്? എന്നിട്ട് ഇപ്പോഴെന്ത് കഥ? പ്രിയപ്പെട്ടവരെ, തോറ്റുപോയില്ലേ? തകർന്നു പോയില്ലേ? നശിച്ചു പോയില്ലേ? എന്താ സംഭവിച്ചതെന്ന് നാം വിചിന്തനം ചെയ്യാൻ പോകുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകണം. അല്പം താമസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വെക്കാം. 10,000 മധ്യാഹ്ന സൂര്യന്റെ തേജസ് സർവശക്തനായ ദൈവത്തിനുണ്ടെങ്കിൽ 9,999 മധ്യാഹ്ന സൂര്യന്റെ തേജസ് ആദിമ മനുഷ്യനുണ്ടായിരുന്നു. അവനാണ് ഇങ്ങനെ ആയിപ്പോയത്. എന്തു പറ്റി? അവൻ വീണുപോയി. ദൈവം പറഞ്ഞ വാക്ക് അവൻ അവിശ്വസിച്ചു. പാമ്പ് പറഞ്ഞ വാക്ക് അവൻ വിശ്വസിച്ചു. ദൈവം പറഞ്ഞ വാക്കെന്താ? തോട്ടത്തിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു ദിവസം ഹൗവയെ വൃക്ഷത്തിന്റെ കീഴിൽ അന്തം വിട്ട് വാവിളിച്ച് നിന്നപ്പോ പാമ്പ് ചോദിച്ചു, ഈ പഴത്തെ കുറിച്ച് തമ്പുരാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? തിന്നരുതെന്നോ മറ്റോ? അയ്യോ, തിന്നരുതെന്നോ തൊടരുതെന്ന് പോലും കൽപ്പനയുണ്ടെന്നായി ഹൗവ. അപ്പോൾ പാമ്പ് പറഞ്ഞു, പെണ്ണെ, ദൈവം നിങ്ങളെ പറ്റിച്ചതാ. മനസ്സിലായില്ല? സത്യമായിട്ടും ദൈവം നിങ്ങളെ പറ്റിച്ചതാ. ഇത് തിന്നാ മരിച്ചൊന്നും പോകത്തില്ല, പിന്നെ ദൈവത്തെ പോലെയാകും. ദൈവത്തെ കണ്ടേ അന്നു മുതൽ എങ്ങനെ ദൈവത്തെ പോലെ ആകാമെന്ന് ആശ വെച്ചിരിക്കുകയാണ് ഹൗവ. അപ്പോഴാണ് പാമ്പ് പറഞ്ഞത്, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകുമെന്ന്. അന്വേഷിച്ച കാര്യം ഇപ്പോൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന പഴഞ്ചൊല്ല് പോലെ ദൈവത്തെ പോലെ ആകാമെന്ന വ്യാമോഹം, അതാണ് ഹൗവയെ കൊണ്ട് പഴം തീറ്റിച്ചത്. അതിന്റെ രുചിയല്ല, മണമല്ല, വിശപ്പല്ല അവളെ അത് തീറ്റാൻ കാരണമാക്കിയത്. ദൈവത്തെ പോലെ ആകാമെന്നുള്ള അഹന്ത. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ച. തേജസ് നഷ്ടപ്പെട്ടു. അവൾ നഗ്നയാക്കപ്പെട്ടു. പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു. ദൈവ തേജസ് ഉതിർന്നുപോയി. അവൾ കരിക്കട്ട പോലെ കറുത്തുപോയി. അവളുടെ രൂപം നികൃഷ്ടമായി. അവൾ അപ്പോൾ ഒരു പഴം കയ്യിൽ പിടിച്ച് ആദമിന്റെ മുമ്പിൽ ചെന്നു. ആദാമിനോട് പറഞ്ഞു, ദേ ഞാൻ ഈ പഴം തിന്ന് ഇങ്ങനെയായി പോയി, ചേട്ടനും തിന്നോ ഇങ്ങനെയാകാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഞാൻ എപ്പോഴും ഈ വേദഭാഗം പഠിക്കുമ്പോൾ തെല്ല് നമ്പരത്തോടും അമ്പരപ്പോടും കൂടി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളോട് ഇനി ഒരു ചോദ്യം ചോദിക്കൂ, ഉത്തരം പറയണം. ഹൗവയാണോ ആദമാണോ ആരാണ് ആദ്യം ഈ പഴം തിന്നത്? ഹൗവ.
ഈ പാപം ഇപ്പൊ ആരുടെ പേരിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ആദാമിന്റെ പേരിലാണോ അവയുടെ പേരിലാണോ? അതെന്ത് മര്യാദകേടാന്നാണ് എൻ്റെ ചോദ്യം. ഉവ്വ, നിങ്ങൾക്ക് ഒരുപാട് ന്യായം ഉണ്ടാവും. അവയല്ല, അവയുടെ വർഗത്തിൽപ്പെട്ടതല്ലേ, ഒരുപാട് ന്യായം ഉണ്ടാവും. അച്ഛനറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഔവമാർ ഓരോരോ കുഴപ്പമുണ്ടാക്കും. അവസാനം കുറ്റം മുഴുവനും ആദാമാർക്ക്. ചേട്ടന്മാർക്ക് അവാർഡൊക്കെ തരണമെന്ന് തോന്നും, പക്ഷെ ഇപ്പൊ മറുപടി കിട്ടും. അതുവരെ നിങ്ങൾ തലപ്പൊക്കരുത്. ഒത്തിരി പൊങ്ങിയാലേ ബുദ്ധിമുട്ടുണ്ടാകും. എന്തുകൊണ്ട് ഈ പാപം ആദമിന്റെ പേരിൽ എഴുതപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ കാരണം ഇതാണ്. ആ പഴം തിന്നുന്ന സമയത്ത് തിന്നാൽ എന്തു പറ്റുമെന്ന് ഔവയ്ക്ക് ഉറപ്പൊന്നുമില്ല. ഔവ പരീക്ഷണാർത്ഥം തിന്നു, അവളുടെ തേജസ് നഷ്ടപ്പെട്ടു, അവൾ വല്ലാത്തൊരവസ്ഥയിലായി. ഈ അവസ്ഥയിലായ ശേഷമാണ് ഔവ ഈ പഴവുമായി ആരുടെ മുമ്പിൽ വന്നത്? ആദാമിന്റെ മുമ്പിൽ വന്നത്. ഈ പഴം തിന്നാൽ എന്തു പറ്റുമെന്ന് തിന്നും മുമ്പ് ആദാമിന് അറിയാമായിരുന്നു, പക്ഷെ ഔവയ്ക്ക് നിശ്ചയമില്ലായിരുന്നു. ഔവ പരീക്ഷിച്ചു, ആദാം മനഃപൂർവ്വം തിന്നു. ഈ പഴം കയ്യിൽ കൊടുത്തിട്ട് ഔവ പറഞ്ഞു, ചേട്ടാ ഇത് തിന്നാൽ എന്നെ പോലെയാകും, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, എന്നെ ഉപേക്ഷിക്കരുത്. ആദാം ഈ പഴം കയ്യിൽ പിടിച്ച് 3 നാഴിക ഏദൻ തോട്ടത്തിൽ ഇരുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. വലിയ വെള്ളിയാഴ്ച നമ്മൾ അങ്ങനെ വായിക്കാറുണ്ട്. ഈ 3 നാഴിക ഈ പഴം കയ്യിൽ പിടിച്ച് ഏദൻ തോട്ടത്തിലിരുന്ന് ആദാം ചിന്തിക്കുകയായിരുന്നു. എന്താ ചിന്തിച്ചെന്നറിയാമോ? ഇത്രയേ ചിന്തിച്ചുള്ളൂ, ഈ പഴം തിന്നാൽ എനിക്ക് എൻ്റെ ഔവയോട് കൂടെ ജീവിക്കാം, പഴം തിന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തോടു കൂടെ ജീവിക്കാം. തിന്നാൽ ഔവ, തിന്നില്ലെങ്കിൽ ദൈവം, തിന്നാൽ ഔവ, തിന്നില്ലെങ്കിൽ ദൈവം. ഔവ വേണോ ദൈവം വേണോ? ഒരുപാട് നേരം കൂട്ടിയും കിഴിച്ചും കുടിച്ച് ഹരിച്ചു നോക്കിയിട്ട് ഒടുവിൽ ആദാം ഒരു തീരുമാനം എടുത്തു, ദൈവം പോയി പണി നോക്കട്ടെ, എനിക്ക് എന്റെ പെണ്ണിനെ വേണം. അവൻ ആ പഴം അങ്ങോട്ട് തിന്നു, ഔവയെ സ്വന്തമാക്കി. അന്ന് ദൈവം കൽപ്പിച്ചു, ഇന്നു മുതൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ച് ചേർക്കപ്പെടും എന്ന്. അങ്ങനെയല്ലേ? പറ്റിച്ച് ചേർക്കപ്പെടുന്നല്ലേ? വേദോത്സവം വല്ലപ്പോഴെങ്കിലും വായിക്കണം മനുഷ്യരാണ് ഇവിടുത്തെ മനുഷ്യരെന്ന് ഞാൻ ഓർത്തുപോയി. പ്രിയപ്പെട്ടവരെ, മാപ്പ് അറിയാതെ പറഞ്ഞു പോയതാ. ഇന്നു മുതൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവന്റെ ആഗ്രഹം അവളോടായി. ദൈവത്തെ ഉപേക്ഷിച്ച സ്ത്രീയോട് പറ്റിച്ചേർന്ന പുരുഷൻ, അവൻ അങ്ങനെ ഒരു തെറ്റ് മനഃപൂർവ്വം ചെയ്തതിനാൽ ഈ പാപം ആദമിന്റെ പേരിൽ ചാർത്തപ്പെട്ടു. അത് അവന്റെ അർഹതയാ. ഇനി അച്ഛനൊരു രഹസ്യം പറയാം. പെണ്ണുങ്ങൾക്ക് അന്ന് പറ്റിയ അബദ്ധം ഇന്നും പറ്റുന്നുണ്ട്. അന്ന് ഔവയ്ക്ക് പറ്റിയതുപോലെ ഇന്നും ഔവമാർക്ക് അബദ്ധം പറ്റാറുണ്ട്. പക്ഷെ ഈ ആണുങ്ങളുണ്ടല്ലോ, മനഃപൂർവ്വമാണ്, മേടിച്ചു കെട്ടും, തർക്കമൊന്നുമില്ല. അങ്ങനെ ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ കനി തിന്ന് ആദമും ഹവ്വയും മരിച്ചു. മരിച്ചോ? മരിച്ചോ? പ്രശ്നമായി. ആദമും ഹവ്വയും എന്ന് മരിച്ചില്ലെങ്കിൽ ദൈവം കള്ളനാവും. ദൈവം എന്താ പറഞ്ഞത്? തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നോ പിന്നെ ഒരു നാളിൽ നീ മരിക്കുമെന്നോ? എന്താ പറഞ്ഞേ? തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ്. തിന്ന അന്ന ദിവസം മരിക്കണ്ടേ? മരിച്ചില്ലെങ്കിൽ ദൈവം കള്ളനാവൂലേ? ഇല്ലേ? അപ്പൊ മരിച്ചോ? മരിച്ചു. അപ്പൊ എനിക്ക് വേറെ ഒരു സംശയം, ഈ മരിച്ചയാൾ പിന്നെ ജീവിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലെത്തുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ആദാം തനിക്ക് 130 വയസ്സുള്ളപ്പോൾ ശേത്തിനെ ജനിപ്പിച്ചു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം അവൻ പിന്നെയും 800 സംവത്സരം കൂടെ ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന അച്ഛൻ വേദപുസ്തകത്തിൽ വായിച്ചു. നിങ്ങളുടെ പുസ്തകത്തിലും കാണും. അപ്പൊ അവൻ മരിച്ചെങ്കിൽ പിന്നെ ഉയർത്തെഴുന്നേറ്റ എന്നാ പിന്നെ 800 കൊല്ലം കൂടെ ജീവിച്ചിരിക്കാൻ? മരിച്ചോ? ഇല്ല. അപ്പൊ ദൈവം കള്ളനായി. ഇപ്പോ ഞാൻ എങ്ങനെ മരിച്ചു എന്ന് നിങ്ങളോട് ചോദിച്ചില്ല കേട്ടോ. ആത്മഹത്യ ചെയ്തതാണോ, വണ്ടി മുട്ടിയതാണോ, ഇനി അവൻ ഹാർട്ട് അറ്റാക്ക് വന്നതാണോ എന്നല്ല എൻ്റെ ചോദ്യം. മരിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. മരിച്ചോ? മരിച്ചില്ലെങ്കിൽ ദൈവം കള്ളനാവും. മരിച്ചു. പ്രിയപ്പെട്ടവരെ, ആദാം എന്ന ഏദൻ തോട്ടത്തിൽ മരിച്ചു, ഹവ്വയും ഏദൻ തോട്ടത്തിൽ മരിച്ചു. എങ്കിൽ എന്താണ് മരണം? അതൊരു വലിയ പഠന വിഷയമാണ്. ആ മരണമാണ് മനുഷ്യനെ പഴയതാക്കിയത്. എന്താണ് മരണം? മരണത്തിനൊരു മാനദണ്ഡം വിധിച്ചിട്ടുണ്ട്. കാലിന്റെ പെരുവിരൽ കൂട്ടിക്കെട്ടണം, കൈയുടെ പെരുവിരൽ നെഞ്ചത്ത് വെച്ച് കൂട്ടിക്കെട്ടി കുരിശു പിടിപ്പിക്കണം, കഴുത്തിന് താടിക്ക് 3-ാമതൊരു കെട്ടുകെട്ടി വായടച്ചു വെക്കണം, മൂക്കിൽ പഞ്ഞി തിരുകണം. ഇതിന്റെ പേരാണ് നമ്മൾ വിധിച്ച മരണം. ഇങ്ങനൊരു സംഭവം ഈ വേദപുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ ആദമും ഹവ്വയും മരിച്ചു. എങ്കിൽ എന്താണ് മരണം? അന്ന് ഏദൻ തോട്ടത്തിൽ എന്താണോ സംഭവിച്ചത് അതാണ് മരണം. എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്?
ജീവനാകുന്ന ദൈവവുമായി മനുഷ്യനുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ, കൂട്ടായ്മ അന്ന് ഏതെങ്കിലും പാപത്താൽ നഷ്ടപ്പെട്ടു. തേജസ്സിന്റെ നിലയങ്കി നഷ്ടപ്പെട്ട മനുഷ്യന് ജ്വലിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിനടുത്ത് ചെല്ലാൻ കഴിഞ്ഞില്ല. ദൈവം വരുന്ന കാലൊച്ച കേട്ടപ്പോൾ ഓടിപ്പോയി വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുവരെ ദൈവത്തിനടുത്തേക്ക് ഓടിയ മനുഷ്യൻ അന്ന് ദൈവത്തെ വിട്ട് ഓടി. ദൈവത്തിനടുത്തേക്ക് വരാൻ ഒക്കുന്നില്ല, ദൈവത്തോട് കൂട്ടായ്മ കൂടാൻ പറ്റുന്നില്ല, ദൈവിക ബന്ധത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഈ ദൈവബന്ധം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അവസ്ഥയുടെ പേരാണ് മരണാവസ്ഥ. അതിന് വ്യാഖ്യാനിക്കാൻ വേറെ രൂപം പറയണം. സാധാരണ ഈ നാട്ടിൻ പുറത്തൊക്കെ ഒരാൾ മരിക്കണത് എപ്പോഴാണ്? നിങ്ങളുടെ നാട്ടിലെ ഒരാൾ മരിക്കണത് എപ്പോഴാണ്? ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ, ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ, ക്യാൻസർ വരുമ്പോൾ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ വയനാട്ടിൽ ജനിച്ച മനുഷ്യനാണ്, ഇപ്പോൾ കോതമംഗലത്ത് താമസിക്കുന്ന അച്ഛനാണ്. ഞാൻ കണ്ടിട്ടുള്ള നാട്ടിലൊക്കെ ആൾക്കാർ മരിച്ചത് എപ്പോഴാണെന്നറിയോ? ജീവൻ പോയപ്പോഴാണ്. നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, പിന്നെ പറയാൻ ഒക്കില്ല. ഒരാൾ മരിക്കുന്നത് എപ്പോഴാ? ജീവൻ പോകുമ്പോഴാ. അത് ക്യാൻസർ വന്നിട്ടായാലും, ആക്സിഡന്റ് സംഭവിച്ചിട്ടായാലും, ഹാർട്ട് അറ്റാക്ക് പറ്റിയിട്ടായാലും ഒരാൾ മരിക്കുന്നത് എപ്പോഴാ? ജീവൻ പോകുമ്പോഴാ. ജീവൻ പോകുമ്പോൾ ഒരാള് മരിക്കും. ജീവൻ പോകുമ്പോൾ ഒരാള് മരിക്കും. നിങ്ങൾക്കിപ്പോ ജീവനുണ്ടോ? ഉണ്ട് അല്ലേ? ഉറപ്പാണോ? പിള്ളേരെ ഏതായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണന്മാർ മിണ്ടൂല്ല. ഈ ആൾക്കാർ പലരും പറയാറുണ്ട്, പാറേക്കര അച്ഛൻ ചോദ്യം ചോദിക്കുമ്പോൾ ഭയങ്കര പേടിയാ, എന്തുത്തരം പറഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ എന്തു പറയണം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെട്ടതിൽ അച്ഛന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ് ജീവൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ പറയണം. ജീവനുണ്ടെന്ന് പറഞ്ഞവരെല്ലാരും ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്താണ് ജീവൻ? ഇല്ല, തോട്ടത്തിൽ വെച്ച് ഊതിയ ജീവശ്വാസം ഒന്നുമല്ല, മാമോദീസയല്ല. എന്താണ് ജീവൻ? നിങ്ങൾക്ക് അറിയില്ല. ജീവൻ എന്താണെന്നറിയാത്തവർ ജീവനുണ്ടെന്ന് അവകാശപ്പെട്ടാൽ അവർക്ക് ജീവനുണ്ടെന്ന് വിശ്വസിപ്പാൻ മാത്രം പൊട്ടനാണോ ഞാൻ? ആണോ? എന്താണ് ജീവൻ? വേദപുസ്തകം ഉത്തരം പറയട്ടെ. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു അവകാശപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു അവകാശപ്പെട്ടിരിക്കുന്നു. എങ്കിൽ പറ, ആരാണ്? എന്താണ് ജീവൻ? ഇപ്പോഴും പിടിയിട്ടില്ല. എന്താണ് ജീവൻ? കർത്താവായ യേശു ക്രിസ്തു ആണ് ജീവൻ. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ എന്താണ് ജീവൻ? ദൈവമാണ് ജീവൻ. ഒരാൾ എപ്പോഴാണ് മരിക്കുന്നത്? ജീവൻ നഷ്ടപ്പെടുമ്പോഴാ, അഥവാ ദൈവം നഷ്ടപ്പെടുമ്പോഴാ. ഒരാളുടെ ജീവിതത്തിൽ ദൈവം നഷ്ടപ്പെടുന്നത് എപ്പോഴാ? പാപം ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന്. അതുകൊണ്ടാണ് വചനം വീണ്ടും പഠിപ്പിച്ചത് പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തത്വം വെളിപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ ജീവിതത്തിൽ അയാൾ മരിക്കുന്നത് എപ്പോഴാ? പാപം ചെയ്യുമ്പോഴാ. പാപിയാണ് മൃതൻ. അവന്റെ ഉള്ളിൽ ക്രിസ്തുവില്ല, അവന് ദൈവമില്ല, അവന് ജീവനില്ല, അവൻ മൃതനാണ്. എങ്കിൽ സകല പാപികളും മരിച്ചവരാണ്. മദ്യപാനികളൊക്കെ മരിച്ചവരാണ്, പുകവലിക്കാരൊക്കെ മരിച്ചവരാണ്, വ്യഭിചാരികളൊക്കെ മരിച്ചവരാണ്, പകയും വിദ്വേഷവും വെറുപ്പും ഉള്ളിൽ പേറുന്ന സകല സഹോദരിമാരും മരിച്ചവരാണ്. അമ്മാവിയമ്മ പോരെടുക്കുന്ന അമ്മച്ചിമാരൊക്കെ തത്വത്തിൽ വചനപ്രകാരം മരിച്ചവരാണ്. അമ്മാവിയമ്മയെ ഭീഷണിപ്പെടുത്തുന്ന മരുമക്കളും ദൈവവചനപ്രകാരം മരിച്ചവരാണ്. അതിർത്തി തർക്കം ഉണ്ടാക്കുന്നവരും, കള്ളക്കേസ് നടത്തുന്നവരും, കോടതി വരാന്ത നിരങ്ങുന്നവരും, ഡൈവോഴ്സ് നോട്ടീസുമായി കോടതി കയറുന്നവരും, ക്ഷമിക്കാൻ കഴിയാത്തവരും, ക്ഷമിക്കപ്പെടാൻ മനസ്സില്ലാത്തവരും, ദൈവിക തത്വം അനുസരിച്ച് മരിച്ചവരാ. ഇവിടെ ജീവനുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇപ്പൊ എല്ലാരും പോയോ? ചിരിക്കണ്ട. ഈ മാങ്ങയുടെ പുള്ളി നല്ലോണം അറിയുന്നത് എപ്പോഴാ? അതും അറിയില്ലേ? അതെ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും വിചാരം, ഞാൻ വിശുദ്ധൻ, ഞാൻ യോഗ്യതയുള്ളവൾ, ഞാൻ നൈർമല്യമുള്ളവൾ, ഞാൻ ദൈവത്തിന്റെ സ്വന്തം മോള്. എന്റെ പ്രിയപ്പെട്ടവരെ,
വായിൽ കുറെ സ്തോത്രവും കയ്യിൽ ഒരു വേദപുസ്തകവുമായി നടന്നാലും നിന്റെ ഉള്ളു നന്നാകാത്തിടത്തോളം, ഹൃദയം കർത്താവിന് കൊടുക്കാത്തിടത്തോളം, അന്തരംഗം രൂപാന്തരപ്പെടാത്തിടത്തോളം, നിന്റെ ജഡീക സ്വഭാവം മാറാത്തിടത്തോളം, നിന്റെ രഹസ്യ ജീവിതം നന്നാകാത്തിടത്തോളം നീ ഒരിക്കലും ഒരു ദൈവ പൈതലല്ല. നിനക്ക് ജീവനില്ല. വചന തത്വമനുസരിച്ച് നീ മൃതയാണ്. ഇത് മാറ്റി പറയാൻ ഒക്കില്ലല്ലോ. വചനം തെളിയിച്ച സത്യമല്ലേ? അങ്ങനെ ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത ആദമും ഹവ്വയും മരിച്ചു. അവർക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ടു, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ദൈവത്തിൽ നിന്ന് അവർ അന്യരായി. ഈ അവസ്ഥയ്ക്കാണ് പഴയ സൃഷ്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ പഴയ സൃഷ്ടിയാക്കുന്നത് എന്താ? പാപം. നിങ്ങൾ പറ, ആലോചിച്ചിട്ട് പറ, ആത്മാർത്ഥമായി പറ. ഇപ്പോൾ പഴയതാണോ പുതിയതാണോ? ഉത്തരം പറയാൻ വിഷമമുണ്ടാവും. വേണ്ട, പറയണ്ട. പക്ഷെ ഉള്ളിലെങ്കിലും നിങ്ങൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കണം. പഴയതായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇരുന്നിടം വിട്ട് എഴുന്നേൽക്കുന്നത് പുതിയതായിട്ടായിരിക്കണം. പഴയതായി മടങ്ങരുത്. കർത്താവ് അത് സഹിക്കില്ല. ദൈവമക്കളെ, ഈ പഴയ സൃഷ്ടിയായി ഏതനിൽ പാപം ചെയ്ത മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്തിറക്കി വിട്ടു. ദൈവം മനുഷ്യനെ ഏദനിൽ നിന്ന് പുറത്തിറക്കി വിട്ടത് ശിക്ഷയായിരുന്നോ രക്ഷയായിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? ശിക്ഷ അല്ലേ? രക്ഷപ്പെടാൻ പ്രയാസ. നിങ്ങൾ ആദ്യകാലം മുതലേ ഇത് ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ അത് രക്ഷയായിരുന്നു. പക്ഷെ ജനത്തിനത് അറിയില്ല. പഠിപ്പിക്കുന്നവർക്ക് പലർക്കും അത് അറിയില്ല. എന്താ ദൈവം മനുഷ്യനെ പുറത്തിറക്കി വിടാൻ കാരണം? ഉൽപ്പത്തി 3 അവസാന ഖണ്ഡിക നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. ഇപ്പോൾ ഈ മനുഷ്യർ നന്മയും തിന്മയും തിരിച്ചറിയത്തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അവർ മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ട് ജീവവൃക്ഷത്തിന്റെ കനി കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ, സംഗതി വരാതിരിപ്പാൻ ഇവരെ ഇപ്പോൾ പുറത്താക്കി കളക എന്ന് ദൈവം പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയ കേൾക്കുമ്പോൾ ശിക്ഷയാണെന്ന് തോന്നാം, പക്ഷേ അത് രക്ഷയായിരുന്നു. എന്താ കാരണമെന്നല്ലേ? അവിടെ ഒരു വൃക്ഷമുണ്ട്, അതിന്റെ പേര് ജീവവൃക്ഷം. ജീവവൃക്ഷത്തിന്റെ കനി ആരെങ്കിലും തിന്നാൽ, തിന്നുന്ന സമയത്ത് ആ ആളുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ അയാൾ നിത്യതയെ പ്രാപിക്കും. പിന്നെ ആ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. ഒരിക്കലും നിത്യതയെ പ്രാപിക്കും. മനസ്സിലായിട്ടുണ്ടാകില്ല. ഉദാഹരണം പറയാം. ഈ ജീവവൃക്ഷത്തിന്റെ പഴം തിന്നുമ്പോൾ ഒരാൾക്ക് കൂനുണ്ടെന്ന് വിചാരിക്കുക. കൂനുള്ള സമയത്ത് ഈ വൃക്ഷഫലം തിന്നാൽ അയാൾ നിത്യകൂനനായിരിക്കും. ആയുസ്സുള്ള കാലം, ചരിത്രമുള്ള കാലം, ചരിത്രാതീത കാലം അയാളുടെ കൂനിന് വരില്ല എന്ന് മനസ്സിലാക്കുക. ഈ പഴം തിന്നുമ്പോൾ ഒരാൾക്ക് കാലിന് മുടന്തുണ്ടെന്ന് വിചാരിക്കുക. ആയുസ്സുള്ള കാലം അയാളുടെ മുടന്ത് മാറില്ല. ഈ പഴം തിന്നുന്ന നാളിൽ ഒരാൾ പാപിയാണെന്ന് വിചാരിക്കുക. പിന്നെ ഒരു കാലത്തും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിത്യ പാപിയായി പോകും. എന്ന് വെച്ചാൽ പഴം തിന്നുന്ന നിമിഷത്തിൽ അയാൾ എന്താണോ ആ അവസ്ഥയിൽ നിത്യതയെ പ്രാപിക്കും. അതാണ് ഈ പഴത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ദൈവം അവരെ പുറത്ത് ചാടിച്ചു വിട്ടത്. അതുകൊണ്ടാണ് ദൈവം കെറൂബുകളെ ജീവവൃക്ഷത്തിന് കാവൽ നിർത്തിയത്. പാപമോചനം പ്രാപിക്കാതെ, തേജസ് തിരികെ പ്രാപിക്കാതെ, വീണ്ടെടുക്കപ്പെടാതെ, ജീവൻ പ്രാപിക്കാതെ അവരത് തിന്നാൽ അവരെ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ സ്നേഹമാണ് അവരെ പുറത്താക്കിയത്. വേദപുസ്തകം മുഴുവനും സ്നേഹം മാത്രം വിതറുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് തരുന്ന ശിക്ഷ എന്ന് നാം വിധിക്കുന്ന പലതും ദൈവം നമുക്ക് തരുന്ന സ്നേഹമാണ്. ആമേൻ. തിരിച്ചറിവുണ്ടാകണം. അങ്ങനെ പാപം ചെയ്ത മനുഷ്യനെ ഏദനിൽ നിന്ന് പുറത്താക്കിയിട്ട് തിരികെ അവനെ ഏദനിൽ കയറ്റിയത് എന്ന പാപത്തിന്റെ പ്രായശ്ചിത്തം കാൽവരിയിൽ നിർവഹിച്ച അന്നാണ് കർത്താവ് കള്ളനോട് പറഞ്ഞത്, എന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. അന്ന് ആദാമിന് തിന്നാൻ കഴിയാതെ പോയ ആ ജീവവൃക്ഷത്തിന്റെ കനി നിങ്ങൾ എപ്പോഴെങ്കിലും തിന്നിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴും? എവിടെയാണ്? ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കി കഴിയുമ്പോൾ, പാപപരിഹാരത്തിന്റെ ശുശ്രൂഷ നിർവഹിച്ചു കഴിയുമ്പോൾ, ആത്മശരീര മനസ്സുകളുടെ കറകളങ്കങ്ങൾ കഴുകി കഴിയുമ്പോൾ, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിപ്പിച്ച് പുത്രത്വം നൽകി കഴിയുമ്പോൾ, സ്വർഗത്തിലെ പ്രജയായി സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കഴിയുമ്പോൾ ആ കുഞ്ഞ് തികച്ചും ദൈവപുത്രനായി തീർന്നു, ദൈവപുത്രിയായി തീർന്നു എന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ അന്ന് ഈ കുഞ്ഞിന് കൊടുക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം. പള്ളിനടയിൽ കാസായം പിടിച്ചു നിന്ന് പുരോഹിതൻ പാടും, കുഞ്ഞെ പറുദീസയിലാദാം രുചിനോ കാത്ത ഫലം സാമോദം വയ്ക്കും നീ നാൾ നിൻവായിൽ. വാത്സല്യപ്പെട്ട കുഞ്ഞെ,
പരദീസായിൽ വെച്ച് നിന്റെ പൂർവ്വപിതാവായ ആദാമിന് രുചി നോക്കാൻ കഴിയാതെ പോയ ആ ജീവവൃക്ഷത്തിന്റെ കരി നമ്മുടെ കർത്താവ് യേശു മിശിഹായെ തന്നെ ഇന്ന് ഞാൻ നിന്റെ വായിൽ ആമോദത്തോടെ വെച്ച് തരികയാണ്. നീ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നല്ലോ. ഭാഗ്യവാൻ, ഭാഗ്യവതി. നാം മദീസ നാളിൽ നമ്മളത് പ്രാപിച്ചതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ജീവവൃക്ഷത്തിന്റെ കരി തിന്നാൻ ഭാഗ്യം കിട്ടിയിട്ടും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി എന്താ? പാമ്പിന്റെ ആളുകളായിട്ടല്ലേ ഇവിടെ പലരും ഇരിക്കുന്നത്. ഇന്നും മാനസാന്തരപ്പെടാത്തവരായി, പാമ്പിന്റെ പ്രവൃത്തി ചെയ്യുന്നവരായി, പാമ്പിന്റെ വാക്കനുസരിക്കുന്നവരായി, പാമ്പിന്റെ മക്കളായി ഇവിടെ പലരും വന്നിരിപ്പില്ലേ? ദൈവമക്കൾക്ക് ദൈവ ഇഷ്ടമല്ലേ ചെയ്യാനൊക്കൂ? ദൈവ ഇഷ്ടം ചെയ്യാത്തവനൊക്കെ പാമ്പിന്റെ ഇഷ്ടമല്ലേ ചെയ്യുന്നത്? ആദമിന്റെ തലമുറകളായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപപരിഹാരത്തിന്റെ യാഗമായി കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു യാഗമർപ്പിക്കപ്പെട്ടിട്ടും വീണ്ടും പാപത്തിന്റെ പിടിയിലമർന്ന് കാലം പോക്കുന്നത് എന്തേ പ്രിയപ്പെട്ടവരെ? തിരിച്ചു വരേണ്ട സമയമായില്ലേ? ഇങ്ങനെ പ്രയാണം ചെയ്താൽ നാം നശിച്ചു പോവുകയില്ലേ? പാമ്പിന്റെ വക്താക്കളായിട്ടോ ലോകത്ത് ജീവിക്കേണ്ടത്? പാപത്തിന്റെ വക്താക്കളായിട്ടോ ലോകത്ത് ജീവിക്കേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ രഹസ്യ ജീവിതം പരിശോധിച്ച് നോമ്പ് പിടിച്ചിട്ട് 24 ദിവസം പൂർത്തിയായി. നാളെ 25-ാം ദിവസം പാതി നോമ്പ. ഇതുവരെ നോമ്പ് ആരംഭിച്ചിട്ടില്ലാത്തവരുണ്ടല്ലോ. ഇപ്പോഴും പാപം ചെയ്യുന്നവരുണ്ടല്ലോ. ഇന്നലെയും മിനിഞ്ഞാന്നും മദ്യപിച്ചവരുണ്ടല്ലോ. ഇന്നത്തെ യോഗാനന്തരം വീട്ടിൽ ചെന്ന് കഴിക്കാനുള്ളത് അഡ്വാൻസ് വാങ്ങി വീട്ടിലെ അലമാരിയിൽ വെച്ചിട്ട് വന്നിട്ടുള്ളവരുണ്ടല്ലോ. ഈ 25 ദിവസത്തെ നോമ്പ് പിന്നിട്ടിട്ടും അപ്പനോട് മിണ്ടാത്തവർ, അമ്മയോട് മിണ്ടാത്തവർ, ഭർത്താവിനോട് മിണ്ടാത്തവർ, ഭാര്യയോട് മിണ്ടാത്തവർ, പാമ്പിന്റെ ഇഷ്ടം ചെയ്യുന്നവർ ഇത് കേൾക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചങ്കുപൊട്ടി അച്ഛൻ പറയട്ടെ, ഇത് നാശത്തിലേക്കുള്ള പ്രയാണമാണ്. ഇത് ശരിയാകത്തില്ല. രൂപാന്തരപ്പെടണം. വർഷം എത്രയായി കേൾക്കാൻ തുടങ്ങിയിട്ട്? 8ാമത്തെ കൊല്ലമാണ്. അച്ഛൻ തന്നെ തുടർച്ചയായി വചനം ഇവിടെ നിന്ന് ഒട്ടും കുറവില്ലാതെ സംസാരിക്കുന്നു. കേട്ടുമടങ്ങിയതല്ലാതെ ആര് രൂപാന്തരപ്പെട്ടിരിക്കുന്നു? ആര് തീരുമാനമെടുത്തിരിക്കുന്നു? ആര് നിലനിന്നിരിക്കുന്നു? ഇല്ല. കേട്ടുമടങ്ങുക. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ വാതിക്കൽ ചെല്ലുമ്പോ എത്ര പ്രസംഗം കേട്ടു എന്ന് ചോദിക്കില്ല, നീ മാനസാന്തരപ്പെട്ടോ എന്നാണ് ചോദിക്കുക. പരിയപ്പുറം ദേശത്ത് നടന്ന 33 കൺവെൻഷനിലും പങ്കെടുത്തിട്ട് കർത്താവേ ഞാൻ വരുന്നതെന്ന് സ്വർഗത്തിന്റെ വാതിക്കൽ നിന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കില്ല. തിരിച്ചൊരു ചോദ്യം ചോദിക്കും, എന്നിട്ട് നീ മാനസാന്തരപ്പെട്ടോ? ഉത്തരം കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യർക്കും. ഞാൻ ദൈവത്തിന്റെ വകയാ, ദൈവത്തിന്റെ വക. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ ജനിപ്പിച്ചത്, അവനാണ് എന്നെ പരിപാലിച്ചത്, അവനാണ് എന്നെ വളർത്തിയത്, അവനാണ് എനിക്ക് ശബ്ദം തന്നത്, അവനാണ് എനിക്ക് ബുദ്ധി തന്നത്, അവനാണ് എന്നെ നിലനിർത്തിയത്, അവനാണ് എന്റെ ഉടമ. ഞാൻ ജീവിക്കേണ്ടത് അവന് വേണ്ടിയാണ്, മറിച്ച് ഞാൻ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടിയല്ല. ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യ, ഒരിക്കലും നിനക്ക് ദൈവസന്നിധിയിൽ പ്രവേശനം കിട്ടുകയില്ല. ഇവിടെ ഇരിക്കുന്ന ചിലർ അച്ഛനോട് പറയും, അച്ഛാ ഞാൻ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക, 7 കൊല്ലത്തെ പ്രസംഗം കേട്ടത് കൊണ്ട് ഞാൻ പകുതി നന്നായിട്ടുണ്ട്, ഇന്നത്തെ പ്രസംഗം കൂടെ കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ നന്നാവും, ഒരു 5-6 കൊല്ലോടെ അച്ഛൻ വന്നാ ഞാൻ മുഴുവനും നന്നാവും. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരാൾക്ക് നന്നാകാൻ ഒക്കുമോ? ഓവോ ഇല്ല. അച്ഛൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇവിടെ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ടല്ലോ, ഈ കൂട്ടത്തിൽ ഒരുപാട് അമ്മമാരുണ്ടല്ലോ. അമ്മമാരോടൊരു ചോദ്യം, ഉത്തരം ഉറക്കെ പറയണം. ഈറ്റ് നോവാരംഭിച്ചാൽ ഒരു സ്ത്രീ പ്രസവിക്കാൻ എത്ര ദിവസം എടുക്കും? സ്ത്രീകളൊന്നുമില്ല ഇവിടെ. ഈറ്റ് നോവാരംഭിച്ചാൽ ഒരു സ്ത്രീ പ്രസവിക്കാൻ എത്ര ദിവസം എടുക്കും എന്നാ ചോദിച്ചത്. അവർക്ക് അറിയില്ല, അവർ പ്രസവിച്ചിട്ടില്ല. ഈറ്റ് നോവാരംഭിച്ച ഒരു സ്ത്രീ പ്രസവിക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ള ചോദ്യമാണ് ഉത്തരം കിട്ടാതെ പോയതിന്റെ കാരണം ഒരു ദിവസം എടുത്ത് പ്രസവിക്കാറില്ല ഇവിടെ ആരും. ഈറ്റ് നോവാരംഭിച്ച ഒരു സ്ത്രീ പ്രസവിക്കാൻ ദിവസം വേണ്ട, നിമിഷങ്ങൾ മതി. ശരിയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഈറ്റ് നോവാരംഭിച്ച ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണെന്ന് വിചാരിക്കുക. ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും? ജീവിച്ചിരിക്കുമോ? ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? ജീവിച്ചിരിക്കുമോ? ഒരു ദിവസം കൊച്ചിന്റെ തല പ്രസവിച്ചു, അവിടെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം വലത്തെ കൈ പ്രസവിച്ചു, അവിടെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ഇടത്തെ കൈ പ്രസവിച്ചു, അവിടെ ഇരിക്കട്ടെ. ഓരോ ദിവസവും ഓരോ ഭാഗം പ്രസവിച്ചു. 7-ാം ദിവസം കുഞ്ഞിനെ പുറത്ത് കിട്ടുമോ? ആ കുഞ്ഞ് ചത്തുപോകില്ലേ? ആ അമ്മയും ചത്തുപോകില്ലേ? പടിപടിയായി പ്രസവം നടക്കില്ലെങ്കിൽ മാനസാന്തരവും അതുപോലെയാ. ഒരു ക്ഷണത്തിൽ നടക്കേണ്ട മാറ്റമാണ് മാനസാന്തരം. പടിപടിയായി ഞാൻ മാറി അച്ഛാ ഞാൻ 25 സിഗരറ്റ് വലിച്ചത് 15 ആക്കി, 10 ആക്കി. അച്ഛാ ഞാൻ എന്നും കുടിച്ചോണ്ടിരുന്ന 1.5 ആക്കി. പതുക്കെ പതുക്കെ ഞാൻ നന്നാവുന്നുണ്ട്. നീ നന്നാകത്തില്ല ഒരു നാളും.
നിനക്ക് മാനസാന്തരപ്പെടാൻ കഴിയില്ല, അതിനുള്ള മനസ്സുമില്ല. പാപത്തെ ഇപ്പോഴും നീ പ്രണയിക്കുന്നു, താലോലിക്കുന്നു. എന്നിട്ട് നീ വേഷം കെട്ടുകയാ, ഞാൻ നന്നായി, ഞാൻ നന്നാകുന്നു, ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നു, ഞാൻ വേദപുസ്തകം കൊണ്ടുപോകുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു. പക്ഷെ നിന്റെ അടിസ്ഥാന ഭാവങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. നിന്റെ സ്വഭാവം ഇപ്പോഴും പാമ്പിന്റെ സ്വഭാവമാ. ദൈവവൈദ്യലേ, മാറ്റം സംഭവിക്കണം, രൂപാന്തരം സംഭവിക്കണം. അടിസ്ഥാനപരമായ ഒരു മനുഷ്യന് അടിമുടി മാറണം. അപ്പോഴാണ് ആ മനുഷ്യനിൽ മാറ്റമുണ്ടാകുന്നത്. ഓർത്ത് വയ്ക്കട്ടെ, പാമ്പിന്റെ സ്വഭാവം പേറുന്ന ആളുകൾ ഇത് കേൾക്കുന്നുവല്ലോ. നീ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് മാറണം. പാമ്പിന്റെ സ്വഭാവം അല്പമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം, പാമ്പിന്റെ സ്വാധീനം അല്പമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം, പാപത്തോടെ അല്പമെങ്കിലും നിനക്ക് പ്രണയമുള്ളിടത്തോളം നീ പഴയ സൃഷ്ടിയാണ്. ജീവിതത്തെ നല്ലവണ്ണം പരിശോധിക്കുക, നല്ലവണ്ണം. ആമേൻ. ഇന്ന് യോഗത്തിന്റെ അവസാനത്തെ രാത്രി. നാളെ യോഗമില്ല, ഇനിയൊന്ന് യോഗമുണ്ടാകുമെന്ന് അറിയില്ല. ഇനിയൊരു യോഗം ഉണ്ടായാൽ അത് കൂടാൻ യോഗമുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ മാനസാന്തരപ്പെടണം, തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപം ചെയ്ത ദേഹി ഏദൻ തോട്ടത്തിൽ വെച്ച് മരിച്ചു. ആദം ഹവ്വയും പുറത്ത് നിർത്തപ്പെട്ടു. അന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് ആദ്യ മനുഷ്യനെ പുറത്താക്കും മുമ്പ് സർവശക്തനായ ദൈവം അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രേഷ്ഠമായ പദ്ധതി ആവിഷ്കരിച്ചു. എന്തായിരുന്നു ആ പദ്ധതി? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്ത് മാനവകുലത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കും. സ്ത്രീയുടെ സന്തതി. ഉൽപ്പത്തി 3:15. അവിടെയാണ് ആ വാഗ്ദത്തം ഉള്ളത്. ഏതാണ് ആ സ്ത്രീ? സാക്ഷാൽ കന്യകാമറിയം. ഏതാണ് ആ സ്ത്രീയുടെ സന്തതി? പുരുഷ സ്പർശമേൽക്കാത്ത കന്യകയിൽ നിന്ന് മനുഷ്യാവതാരമെടുത്ത ദൈവപുത്രനായ ക്രിസ്തു. അവനാണ് സ്ത്രീയുടെ സന്തതി. ആമേൻ. കാൽവരി ഗിരിമുകളിൽ ഉയർത്തി നാട്ടപ്പെട്ട കുരിശന്മേൽ പാപിയുടെ പാപത്തിന് പരിഹാരമായി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. അവനാണ് ഈ സർപ്പത്തിന്റെ തല തകർത്തവൻ. ആമേൻ. അവനാണ് നമ്മെ വീണ്ടെടുത്തവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത മനുഷ്യന് തിരികെ പറുദീസായിലേക്ക് പോകാൻ, തിരികെ ദൈവപക്ഷത്തേക്ക് വരാൻ, തിരികെ ജീവൻ പ്രാപിപ്പാൻ എന്താണ് മാർഗം? ഒരു പാപിക്ക് മറ്റൊരു പാപിയെ സഹായിക്കാൻ ഒക്കുമോ? വേണ്ടില്ല എന്ന് വാശിയാ. സഹായിക്കാൻ ഒക്കുമോ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഈ ആനക്കുഴി അച്ഛൻ വയ്യാതിരിക്കുമായിരുന്നു. ഈ എൽദോസ് അച്ഛന് നല്ല ഊരുണ്ട്. ഞാനും എൽദോസ് അച്ഛനും ഭയങ്കര കൂട്ടുകാരാണ്. ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും കൂടെ നടന്നു പോകുമ്പോൾ 5-8 ആൾക്കാർ കൂടി ഞങ്ങളെ അങ്ങ് അറ്റാക്ക് ചെയ്തു. ചെറിയ അറ്റാക്കല്ല, ഭയങ്കര അറ്റാക്കായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവര് ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. വളഞ്ഞു നിന്ന് ഞങ്ങളെ അവർ അറ്റാക്ക് ചെയ്യണം, കൊല്ലുള്ളൂ എന്ന് മനസ്സിലായി. എൽദോസ് അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ മരിക്കാൻ ഒരുങ്ങിയോ? മരിക്കാനേ തരമുള്ളൂ എന്ന് അച്ഛാ തോന്നണേ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അച്ഛന് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ എന്തെങ്കിലും ചെയ്താലോ? അച്ഛൻ എന്നാ പറ്റും? ഞാൻ പഴയ ഒരഭ്യാസിയാണ്. ഞാനൊന്നും ചടകുടഞ്ഞങ്ങ് എഴുന്നേറ്റ ഇവന്മാരെ ഒക്കെ ഇപ്പം പറഞ്ഞു വിടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാ വല്ലതും ചെയ്യച്ചാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റു, തിരിച്ചടിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ അടിയെ ഞാൻ ഓരോരുത്തരെ അടിച്ചോളൂ. അടി കൊണ്ടവും വീണു. 3 എണ്ണം ചത്തുപോയി. ബാക്കിയുള്ളവർ എണീറ്റില്ല. ഇതെന്നാ സംഭവിച്ചെന്നാൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചിലർ ആലോചിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഉറങ്ങണ ചിലർ വീട്ടിൽ പോയി പറയും, 3 പേരെ തല്ലിക്കൊന്ന അച്ഛനാ ഇന്ന് പ്രസംഗിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഉപമ പറഞ്ഞു. എൽദോസ് അച്ഛൻ ഇപ്പം ഞെട്ടുകരിക്കും, ഇത് എന്നുണ്ടായ സംഭവമാണെന്ന് ഓർത്ത് ഒരു ഉപമ പറഞ്ഞതാണ്. ഏതായാലും 2-3 പേരെ കൊന്നു എന്നങ്ങ് വിചാരിക്കുക. ഞങ്ങൾ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഒട്ടും കുതറിയില്ല, കാരണം സംഭവിച്ച തെറ്റല്ലേ. 2 പേരുടെയും കയ്യിൽ വിലങ്ങ് വെച്ച് ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കി. എൻ്റെ വലത്തെ കയ്യിലും അച്ഛൻ്റെ ഇടത്തെ കയ്യിലും കൂടെ ഒരാമ ഇട്ടിട്ടുള്ളൂ. 2 പേരെ കൂടെ ഒരുമിച്ച് കെട്ടി നിർത്തിയേക്കാം. പ്രതിക്കൂട്ടിൽ നിൽക്കുക ഞങ്ങൾ. ചാർജ് ഷീറ്റ് പരിശോധിച്ച മജിസ്ട്രേറ്റ് ഞങ്ങൾ 2 പേരെയും നോക്കി. ശാന്തരായ 2 അച്ഛന്മാർ. അയാൾ തുറന്നു ചോദിച്ചു, എങ്ങനെയാ അച്ഛന്മാരെ ഇത് സംഭവിച്ചു? പ്രാണരക്ഷാർത്ഥം ചെയ്തു പോയതാ സാറേ. കൊലപാതകം ചെയ്യാൻ 1% പോലും ആഗ്രഹിച്ചിരുന്നില്ല. രക്ഷപ്പെടാൻ വേറെ മാർഗം കണ്ടില്ലാത്തോണ്ട് ചെയ്തു പോയതാ. മജിസ്ട്രേറ്റിന് മനസ്സലിവ് തോന്നി. അദ്ദേഹം പറഞ്ഞു, അതെ നിങ്ങൾ 2 പുരോഹിതന്മാരല്ലേ, ഞാൻ നിങ്ങളെ റിമാൻഡ് ചെയ്യുന്നില്ല, ജാമ്യത്തിൽ വിടാം. ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു.
ആരാന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, സാറേ ഈ എൽദോസ് അച്ഛനെ ഞാൻ ജാമ്യത്തിലെടുക്കാന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ ചിരിച്ചത്? ജാമ്യം കിട്ടുമോ? കിട്ടുമോ? ഒരേ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അതേ കുറ്റം ചുമത്തി കോടതി മുറിയിൽ ഒരു കയ്യാമൻ രണ്ടുപേരുടെയും കയ്യിൽ വെച്ച് നിർത്തിയിരിക്കുന്നിടത്ത് ഈ കുറ്റവാളികളിൽ ഒരാൾ വേറൊരാൾക്ക് വേണ്ടി അതേ കുറ്റത്തിന് ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞാൽ കോടതി സമ്മതിക്കുമോ? ഇല്ല, അത് ഒരു കോടതിയും സമ്മതിക്കില്ല. ഉടനെ ജഡ്ജി ചിരിച്ചിട്ട് പറഞ്ഞു, ഫാദർ കൊള്ളാലോ, വട്ടേ ഫൂളിഷ്നെസ്. അപ്പം ഞാൻ മിണ്ടിയില്ല. വേറെ ആരെങ്കിലും എടുത്ത വാക്കിന് എൽദോസ് അച്ഛൻ പറഞ്ഞു, എന്നാ വേണ്ട സാറേ, ഞാൻ പാറാക്കരച്ചനെ ജാമ്യം എടുക്കാം. സാധിക്കുമോ? ഇല്ലല്ലോ. ഒരു പാപി മറ്റൊരു പാപിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഒരു കോടതിയിലും. വചനം എന്താ പറഞ്ഞത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. ലോകത്ത് മനുഷ്യരെല്ലാവരും ഒരേ അളവിൽ പാപികളാണ്. എങ്കിൽ പിന്നെ ആര് പാപിക്ക് ജാമ്യം നിൽക്കും? പാപമില്ലാത്ത ഒരുത്തൻ വേണം. പാപിക്ക് വേണ്ടി പകരം ജാമ്യം നിൽക്കാൻ ആരാ ജാമ്യക്കാരൻ? പകരം നിൽക്കുന്നവൻ അല്ലേ? അല്ലേ? പാപിക്ക് പകരം ജാമ്യം നിൽക്കുന്നവൻ. പാപി ശിക്ഷ ഏൽക്കാൻ തയ്യാറായില്ലെങ്കിൽ ജാമ്യക്കാരനെ ഏൽക്കണം. അതാണ് ജാമ്യം. അതിവിടെ നിൽക്കുന്ന പലരും ശരിക്കും രുചിച്ചറിഞ്ഞവരാ. ബാങ്കിൽ നിന്ന് കൂട്ടുകാരന്, സഹോദരന്, അളിയന്, നാത്തൂന് പണം എടുക്കാൻ വേണ്ടി ജാമ്യം നിന്നിട്ട് അവരാ കാശം മേടിച്ചുകൊണ്ട് മുങ്ങിയന്റെ വെളിച്ചത്തില് തറവാട് വിറ്റ് കടം വീട്ടി പുറംപോക്കില് കൂര കുത്തി കിടക്കണവരിത് കേൾക്കുന്നുണ്ട്. അച്ഛനറിയാം, ചിലരുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി ജാമ്യം നിന്ന് പറ്റിയതാ. അതുകൊണ്ടാ ബുദ്ധിയുള്ള മനുഷ്യൻ ശലോമൻ പറഞ്ഞത്, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കരുതെന്ന്. ഞാൻ വേദോസം വായിക്കണവരോടാന്ന് ഓർത്താ ഇതൊക്കെ പറയണത്. സോറി, വീണ്ടും സോറി. പെരിയപ്പുറംകാരുടെ ആ സ്വഭാവം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. വായിക്കാറില്ല. പ്രിയപ്പെട്ടവരെ കേൾക്കണം, ഒരു കുറ്റവാളി മറ്റൊരു കുറ്റവാളിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ കോടതിയിലും അത് നടപ്പില്ല. അപ്പോൾ സകല പാപിക്കും വേണ്ടി പകരം ജാമ്യം നിൽക്കാൻ പാപമില്ലാത്ത, ഊനമില്ലാത്ത, കളങ്കമില്ലാത്ത പരിശുദ്ധനായ സാക്ഷാൽ ദൈവകുമാരൻ ഈ ഭൂമിയിൽ നരവേഷമെടുത്തിറങ്ങി നിന്നു. ഞാൻ ഏൽക്കേണ്ട പാപത്തിന്റെ ശിക്ഷ, നീ ഏൽക്കേണ്ട പാപത്തിന്റെ ശിക്ഷ എനിക്കും നിനക്കും പകരമായി അവൻ ജാമ്യം നിന്ന് ഏറ്റു. അവൻ നമ്മളോട് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അവൻ ജാമ്യം നിന്നു, നമ്മളെ രക്ഷപ്പെടുത്തി പുറത്തിറക്കിയിട്ട് അവൻ പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടോ, ഇവിടെ എങ്ങും നിൽക്കണ്ട, നിനക്ക് കിട്ടേണ്ട ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം, ഓടി രക്ഷപ്പെട്ടോ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ചെയ്ത വീണ്ടെടുപ്പിന്റെ വില നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാനും നീയും ഏൽക്കേണ്ടിയിരുന്ന മരണശിക്ഷ, ഞാനും നീയും ഏൽക്കേണ്ടിയിരുന്ന പാപത്തിന്റെ ശമ്പളം, അതിന്റെ മിനിമം ശിക്ഷ മരണമാ. അത് ഏൽക്കാതിരിപ്പാൻ എനിക്കും നിനക്കും വേണ്ടി പകരക്കാരനായി കാൽവരി ക്രൂസിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ സ്നേഹം ഇന്ന് നിന്റെ ചങ്കിൽ ആലയടിക്കുന്നെങ്കിൽ, അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ഈ ജാമ്യം നിന്ന് വീണ്ടെടുത്ത് നിനക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ കുരിശിന്റെ മുമ്പിൽ നീ വീഴണം. ഇന്ന് നിനക്കതിന് മനസ്സാകുന്നില്ലെങ്കിൽ നീ ഒരു തികഞ്ഞ അഹങ്കാരിയും ധിക്കാരിയും മത്സരിയുമാണെന്ന് എണ്ണപ്പെടും. ദൈവവൈതലേ, ജീവിതത്തെ തിരുത്തണം. അവൻ നമുക്ക് വേണ്ടി ജാമ്യം നിന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായവനാണ്. അവൻ അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് അനുഭവിക്കുന്ന സുഖവും സന്തോഷവും ആനന്ദവും, ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് വേണ്ടി പീഡയേറ്റത് കൊണ്ട് ലഭിച്ചതാണ്. നമ്മുടെ പ്രാണന്റെ മറുവിലയാകുവാൻ അവൻ കുരിശേറി. നാം നരകത്തിൽ പോകാതിരിപ്പാൻ അവൻ പാതാളത്തിൽ പോയി. നാം നഗ്നരാക്കപ്പെടാതിരിപ്പാൻ അവൻ നഗ്നനാക്കപ്പെട്ടു. നാം മുൾക്കിരീടം ധരിക്കാതിരിപ്പാൻ അവൻ മുൾക്കിരീടമേറ്റു. നാം അപമാനിതരാകാതിരിപ്പാൻ അവൻ അപമാനമേറ്റു. നാം വിരൂപികളാക്കപ്പെടാതിരിപ്പാൻ അവൻ വിരൂപിയാക്കപ്പെട്ടു. ജീസസ്. അവന്റെ മുമ്പിൽ ഒന്ന് തലകുനിക്കാമോ മക്കളെ? നിങ്ങളുടെ ബാഹ്യമായ തലകൾ നിങ്ങൾ എത്ര പെട്ടെന്നാണ് കുനിച്ചത്? തല നിവർത്തി പിടിച്ചോളൂ. നിങ്ങൾക്ക് ഈ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? ഇത്ര മാത്രം എനിക്ക് വേണ്ടി വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ. പാപിക്ക് പകരക്കാരനായി വേറെ ആരും കുരിശേറിയിട്ടില്ലല്ലോ. പാപിക്ക് വേണ്ടി വേറെ ആരും പ്രായശ്ചിത്തമായി തീർന്നിട്ടില്ലല്ലോ. പാപിക്ക് വേണ്ടി വേറെ ആരും മരണശിക്ഷ ഏറ്റെടുത്തിട്ടില്ലല്ലോ. ആകയാൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വേറെ ആർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. ഈ ലോകത്തുള്ള ഏത് മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകണമെങ്കിലും അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ മാത്രമാണ് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം നമുക്ക് വേണ്ടി ഏറ്റെടുത്തവൻ. വേറെ ആരും അത് ഏറ്റിട്ടില്ല. അവനിൽ വിശ്വസിക്കണം, അവനിൽ ആശ്രയിക്കണം. രണ്ടാമതൊരു നീതി കൂടെ നടപ്പാകണം. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനം ഇല്ല. ഒരാൾക്ക് മോചനം കിട്ടണമെങ്കിൽ രക്തം ചിന്തണം. സ്വന്തം രക്തം ചിന്തിയാൽ നാം മരിച്ചു പോകില്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം മുഴുവൻ അവൻ ചുമലിൽ ഏറ്റുവാങ്ങി. നമ്മുടെ രക്തത്തിന് പകരം അവന്റെ രക്തം അവൻ ഊറ്റി. പാപിയുടെ രക്തത്തിന് പകരം നിഷ്കളങ്കന്റെ രക്തം ഊറ്റപ്പെട്ടു. കാൽവരി ക്രൂശിൽ അവന്റെ വിലാവിന്റെ 4 അറയും പിളർന്ന് അവസാനത്തുള്ളി ചോരയും ഊറ്റപ്പെട്ടപ്പോൾ അവൻ നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപശിക്ഷ നിർവഹിക്കുകയായിരുന്നു. ആമേൻ. ക്രൂശിലെ യാഗത്തിന്റെ വില തിരിച്ചറിയാൻ അല്പമെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരുന്നത് പോലെ എഴുന്നേൽക്കരുത്. വന്ന വഴിയിലൂടെ മടങ്ങിപ്പോകരുത്. ഈ വാചകങ്ങൾ കേൾക്കാനുള്ള ഇമ്പം കൊണ്ടാണ് നീ ഇരിക്കുന്നതെങ്കിൽ എണ്ണി എണ്ണി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കുഞ്ഞെ. ക്രൂശിലെ യാഗത്തിന്റെ വില അറിഞ്ഞ് ജീവിതം കുരിശിന് ചുവട്ടിൽ വയ്ക്കണം. ലോകത്തുള്ള മുഴുവൻ പാപികൾക്കും വേണ്ടി അത്രേ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമർപ്പിക്കപ്പെട്ടത്. ആ യാഗത്തിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ജാതി മത വർഗവർണ്ണ ഭേദമന്യേ, കാലദേശ ഭാഷാ പരിമിതിയന്യേ അഖില ലോകത്തുമുള്ള സകല പാപിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ഒരിക്കലായി യാഗമർപ്പിക്കപ്പെട്ട പരിശുദ്ധനാണ് മശിഹ. ഈ പദ്ധതിയിൽ നിന്നാരും പുറത്തല്ല. ഒരു ജാതിക്കാരനും ഇതിന് പുറത്തല്ല, ഒരു മതക്കാരനും ഇതിന് പുറത്തല്ല, ഒരു ഭാഷക്കാരനും ഇതിന് പുറത്തല്ല. അഖില ലോകത്തുമുള്ള സകല പാപിക്കും വേണ്ടി ഒരു ജാതിയോ മതമോ അവൻ ചോദിക്കില്ല. ആർക്കും ഈ യേശുക്രിസ്തുവിൽ രക്ഷയുണ്ട്. അത് സൗജന്യമാണ്. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്രൂശിലെ യാഗത്തോടൊരു ഉടമ്പടി വെക്കണം. അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ആ ഉടമ്പടി മാമോദീസയുടെ നാളിൽ നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ആ ഉടമ്പടിയിൽ നാം നിലനിൽക്കണം പ്രിയപ്പെട്ടവരെ. ആ ഉടമ്പടിയിൽ നാം നിലനിൽക്കണം. ഇന്ന് ആ ഉടമ്പടിയിൽ നിലനിൽക്കുന്നുണ്ടോ? കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്. നിന്റെ കാൽവരിയിലെ യാഗത്താൽ എനിക്ക് വിടുതലുണ്ടായിരിക്കുന്നു. ആകയാൽ ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി. കർത്താവേ, ഞാൻ എൻ്റെ പാപത്തോട് വിട പറയും. ഇനി മേലാൽ ഞാൻ പാപം ചെയ്യുകയില്ല. ഇനി ഞാൻ പാമ്പിന്റെ പ്രമാണപ്രകാരം ജീവിക്കില്ല, പാമ്പിന്റെ സ്വാധീനത്തിൽ ജീവിക്കില്ല. ഇനി നിന്റെ സ്വാധീനത്തിൽ ഞാൻ ജീവിച്ചുകൊള്ളാം. ഇന്ന് ഞാൻ നീയായി മാറിക്കൊള്ളാം. പുതിയ സൃഷ്ടിയാവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു ആവുക എന്നാണ്. എന്താണ് ക്രിസ്തു ആവുക? പഴയ സൃഷ്ടി പാമ്പ്, പുതിയ സൃഷ്ടി ക്രിസ്തു. എന്നാൽ ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ്ലീഹ എഴുതിയില്ലേ? നാം ക്രിസ്തുവിനെ ധരിക്കണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. അഥവാ ക്രിസ്തുവിനെ തന്നെ ധരിക്കണം. യേശു ക്രിസ്തുവായി മാറണം. ഓരോ വ്യക്തികളും ഓരോ ക്രിസ്തുവായി മാറണം. ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. ക്രിസ്തു ചരിച്ചതുപോലെ ചരിക്കണം. ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണം. ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കണം. ക്രിസ്തു പോയ വഴിയെ പോകണം. ആമേൻ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഓരോ ക്രിസ്തുവായി മാറണം. ഇതാണ് ഇന്ന് സംഭവിക്കേണ്ടത്. അപ്പോഴാണ് ഒരാൾ പുതിയ സൃഷ്ടിയാകുന്നത്. ക്രിസ്തുവായി മാറിയാൽ പിന്നെ പാപം ചെയ്യാൻ ഒക്കില്ല. അങ്ങനൊരു ചിന്ത പോലും വരില്ല. പക്ഷെ അതിനു വേണ്ടിയാണ് നമ്മളെ മാമോദീസ മുക്കിയത്. നാം അതിൽ നിന്നില്ല. പിന്നെയും പാമ്പിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് പാപത്തിന്റെ പിടിയിലമർന്ന് മുൻപോട്ട് പോവുകയാ. ഈ പ്രയാണം അപകടമാണ്. ഇത് തെറ്റായ പ്രയാണമാണ്. ഇത് നാശത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും. ഇത് അവസാനം വലിയ കഷ്ടതയിൽ നിന്നെ കൊണ്ട് ചെന്നെത്തിക്കും. ഈ സത്യം ഹൃദയത്തിൽ എഴുതി ഇന്ന് എവിടെ വെച്ച് ഇപ്പോൾ രൂപാന്തരപ്പെട്ടുകൊള്ളുവേൻ. മത്സരിക്കരുത്, നാളേക്ക് മാറ്റി വയ്ക്കരുത്. ഇന്ന് അത് സംഭവിക്കണം, തിരുത്തപ്പെടണം. ദൈവമക്കളെ, പുതിയ സൃഷ്ടിയായ ഒരാളെ കണ്ടാൽ അറിയാം. പുതിയ സൃഷ്ടിയായ ഒരാൾക്ക് ചില പ്രത്യേകതകളുണ്ടാകും. ആ ആളുടെ പേര് ക്രിസ്തു. ക്രിസ്തുവായി തീർന്നാൽ, ഇന്ന് ക്രിസ്തുവായി തീർന്നാൽ നാളെ തേജസ്സിന്റെ നാളിൽ നിനക്ക് ആ നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ ഇരട്ടി പങ്ക് തിരിച്ചു കിട്ടും. ഏതനിൽ നഷ്ടപ്പെട്ട, പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ ഇരട്ടി പങ്ക് തിരിച്ചു കിട്ടും. ഒരു ദൈവ പൈതൽ അവസാനം എന്താകാൻ പോകുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ?
യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നു: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതെ, നാം ഇപ്പോൾ അങ്ങനെ തന്നെ ആകുന്നു. 2-ാം വാക്യം: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതായിത്തീരുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇതാണ് വചനം പഠിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തു എഴുന്നള്ളി വരുന്ന നാളിൽ, മണവാട്ടിയെ ചേർക്കാൻ മധ്യാകാശെ വരുന്ന നാളിൽ അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അവനെ പോലെയാകും നമ്മളും. അന്ന് അവനെ കാണുന്നവരൊക്കെയും രൂപാന്തരപ്പെട്ട് അവനോട് സമന്മാരാകും. ആരാണെന്ന് വരുന്ന ക്രിസ്തുവിൻ്റെ രൂപം എന്താണ്? വെളിപ്പാട് പുസ്തകം പറയുന്നു: വെള്ളോട്ടിന് സമമായ കൈകാലുകളുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ധവളപ്പഞ്ഞി പോലെ തലമുടിയുള്ളവനായി, അഗ്നിജ്വാല പോലെ കണ്ണുള്ളവനായി, സൂര്യശോഭയുള്ള മുഖമുള്ളവനായി എൻ്റെ കർത്താവ് എഴുന്നള്ളി വരും. അന്ന് വരുന്ന നാളിൽ ഞാൻ അവനെ ഒരു നോക്ക് കണ്ടുപോയാൽ കാണുന്ന ഞാനും എൻ്റെ കർത്താവും ഒരുപോലെ ഇരിക്കും. തേജസ്കരണത്തിൻ്റെ നാളിൽ ഞാനും എൻ്റെ കർത്താവും അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഏതാ കർത്താവ് ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാതെ വണ്ണം ഞാൻ ദൈവത്തെ പോലെയാകും. ഏതെങ്കിലും ഔവ ആഗ്രഹിച്ചത് എന്താണോ അത് ഞാൻ പ്രാപിക്കും. ഞാൻ എൻ്റെ ദൈവത്തിന് സമനായി തീരും. ആമേൻ. രൂപാന്തരപ്പെടുന്ന നാളിൽ ഇതാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വം. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ അവനെ കാണണം. ആരവനെ കാണും? മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം ഈ 8-ാം തിരുവചനത്തിൽ അഷ്ടഭാഗ്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു മഹാഭാഗ്യം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ മാത്രം ദൈവത്തെ കാണും. കാണുന്നവരൊക്കെ രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെടുന്നവർ ക്രിസ്തുവിന് തുല്യരാകും. ഹൃദയശുദ്ധിയില്ലാത്തവർ നിർഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ ഒരു നാളും കാണുകയില്ല എന്നൊരു പരിഭാഷ ഈ വേദഭാഗത്തിന് ഉണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം: സഹോദരന്മാരെ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുവിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ കാണണമെങ്കിൽ ശുദ്ധീകരണം നടക്കണം. എല്ലാവരോടും സമാധാനം ആചരിക്കണം. ആത്മശരീര മനസ്സുകളുടെ കരകളങ്കങ്ങൾ കഴുകപ്പെടണം. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കാണാതിരുന്നാൽ രൂപാന്തരപ്പെടില്ല. രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ അവന് തുല്യരാകില്ല. ഇങ്ങനൊരു അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ നിന്റെ ഇടം പാതാളത്തിൽ പാമ്പിനോടൊപ്പം. വേണ്ട, അങ്ങനെ വേണ്ട. ഇന്ന് രാത്രി കർത്താവിനെ പ്രാപിക്കുമെങ്കിൽ, കർത്താവാകുമെങ്കിൽ, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ യേശുവായി തീരുമെങ്കിൽ അവൻ്റെ മഹത്വ പ്രത്യക്ഷ നാളിൽ മഹത്വമുള്ള കർത്താവിന് സമരൂപികളായി നാം മാറും. അവനോടുകൂടെ നിത്യസ്വർഗത്തിൽ ആനന്ദം കണ്ടെത്താം. അതാണ് ഭൗമലോകവാസത്തിൻ്റെ ആകെ ലക്ഷ്യം. എന്നും കുടിച്ചും വിവാഹം കഴിച്ചും നട്ടും പറിച്ചും, പ്രിയപ്പെട്ടവരെ, ഈ ലോകം വെട്ടിപ്പിടിച്ചും സ്വത്ത് സമ്പാദിച്ചും കൊട്ടാരം കെട്ടിയും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ വാണു തീരാനല്ല ഭൗമലോകവാസം. ഒരുക്കപ്പെടുന്ന വർണ്ണനാതീതമായ വാഗ്ദത്ത നാട്ടിൽ മശിഹായ്ക്ക് സമം രൂപാന്തരപ്പെട്ട് അവനോടൊപ്പം നിത്യതയിൽ ആനന്ദം നിത്യകാലം അനുഭവിപ്പാനാണ് നമ്മെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുങ്ങാൻ. എങ്കിൽ ഭൗമലോക ജീവിതം നഷ്ടമാക്കരുത്. നഷ്ടമാക്കാൻ നമുക്ക് നാളുകളില്ല. ആമേൻ. ഏത് നിമിഷവും മണവാളൻ വരാം. ഏത് നിമിഷവും മരണദൂതൻ വരാം. ഒരുങ്ങിക്കൊള്ളണം. ഒന്നോ രണ്ടോ വർഷം മുമ്പ് അച്ഛനിവിടെ മരണം അരികെ നിൽക്കുന്നു എന്ന് പ്രസംഗിച്ചതാണ്. ആ പ്രസംഗം മാത്രം നിങ്ങൾ മറന്നു കാണില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും മശിഹ വരാം, അല്ല മരണദൂതൻ വരാം. ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളണം. കൺവെൻഷന് തിരശ്ശീല വീഴുമ്പോൾ ജീവിതത്തിൻ്റെ തിരശ്ശീല വീഴുന്ന നിമിഷം അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, മശിഹ വരുന്ന നിമിഷം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങുക. ആകയാൽ നാം എന്ത് ചെയ്യണം? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരുത്തി ക്രിസ്തുവിലായാൽ അവൾ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞു. ആ പഴയ ഏതെല്ലാം തേജസ്സിനേക്കാൾ വലിയ തേജസ് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ക്രിസ്തുവിലാകണം. പാമ്പിൻ്റെ പ്രമാണം വിട്ട് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് വരണം. പാമ്പിൻ്റെ ശൈലി വിട്ട് ക്രിസ്തുവിൻ്റെ ശൈലിയിലേക്ക് വരണം. കാൽവരിയിലേക്ക് നോക്കി ജീവിതം സമർപ്പിക്കണം. ഇതാണ് കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുക. നമുക്ക് പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേറ്റുള്ളൂ. തലകളെ വണക്കാം.
കണ്ണുകളെ അടയ്ക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവാതിൻ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. നാം മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ, മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ. ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവാതിൻ താമസമേറെയില്ല. ആമേൻ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവാതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിടാം, ഒരുങ്ങിടാം. പ്രിയൻ വരവാതിൻ താമസമേറെയില്ല. എന്റെ മുമ്പിൽ വിരിച്ചു നീട്ടിയ കരങ്ങളുമായി എഴുന്നള്ളി നിൽക്കുന്ന ഒരു കർത്താവിനെ നീ കാണുന്നുണ്ടോ? നിന്നെ കുറിച്ചുള്ള കൊതി കൊണ്ടാണ് തമ്പുരാൻ ഇവിടെ എഴുന്നള്ളി നിൽക്കുന്നത്. മോനെ മോളെ, നിന്നെ മാറിൽ ആശ്ലേഷിപ്പാനുള്ള കൊതി കൊണ്ട് നീ ഇപ്പോഴും പഴയ സൃഷ്ടിയായി ജീവിക്കുന്നുവോ? എങ്കിൽ ഇന്ന് രാത്രി പുതിയ സൃഷ്ടിയായി മാറണം. വന്നതുപോലെ ആരും മടങ്ങരുത്, വന്ന വഴിയെ ആരും മടങ്ങരുത്. ഇന്ന് ജീവിതത്തിലൊരു സമർപ്പണം എടുക്കണം, ഒരു പുതിയ സമർപ്പണം, ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള സമർപ്പണം. പാപത്തോടൊന്ന് വിട പറ, രഹസ്യ ജീവിതം ഒന്ന് നന്നാക്കുക. നിനക്ക് വേണ്ടി ജാമ്യം നിന്ന ഒരു കർത്താവിനെ നീ കണ്ടില്ലേ? ഇനി നിനക്ക് ജാമ്യം നിൽക്കാൻ മറ്റൊരു ആളില്ല മോനെ, ഇല്ല മോളെ. ഈ അവസരം നീ നഷ്ടമാക്കിയാൽ നീ നരകത്തിൽ പോകേണ്ടി വരുമല്ലോ. ഇത്രമാത്രം വലിയ സ്നേഹത്തെ നിനക്ക് നിഷേധിക്കാൻ ഒക്കുമോ? ഇന്ന് രാത്രി നിനക്കൊന്ന് അനുദപിക്കാമോ? ആത്മാർത്ഥമായി ദൈവം നിന്നോട് ചോദിക്കുന്നു, മോനെ മോളെ, നിനക്ക് ഇന്നെങ്കിലും എൻ്റെ കരവലയത്തിലൊന്ന് ഒതുങ്ങിത്തരാമോ? എൻ്റെ മുമ്പിൽ നിനക്കൊന്ന് വിനയപ്പെടാമോ? ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിടത്തോളം ആര് ചെയ്തിട്ടുള്ളൂ? ഞാൻ നിന്നെ വീണ്ടെടുത്തതുപോലെ ആര് നിന്നെ വീണ്ടെടുത്തിട്ടുള്ളൂ? നീ ഏൽക്കേണ്ട ശിക്ഷ വേറെ ആരെ ഏറ്റിട്ടുള്ളൂ? കുഞ്ഞെ, ഇന്ന് ഈ കടശി രാത്രി ഈ നിമിഷത്തിൽ നിന്റെ ജീവിതം നീ തരുമോ എനിക്ക്? കൊതിയോടെ കർത്താവ് ചോദിക്കുക. ഈ ഓഡിറ്റോറിയം വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവ് നിന്നെ ശ്രദ്ധിച്ചു നോക്കും. അവനത് കണ്ടിട്ട്, നീ പോകുന്നത് കണ്ടിട്ട് കരയരുത്, മറിച്ച് അവൻ നിന്നെ നോക്കി ചിരിക്കണം. നീ ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവ് കരയുമെങ്കിൽ നീ മാനസാന്തരപ്പെട്ടിട്ടില്ല. നൊടി നേരം കൊണ്ട് സംഭവിക്കേണ്ട ഒന്നാണ് മാനസാന്തരം. അപ്പോൾ നീ പുതിയ സൃഷ്ടി സമർപ്പിച്ചാട്ടെ. സമയമില്ലല്ലോ, സമർപ്പിച്ചാട്ടെ. പാപത്തോടൊന്ന് വിട പറഞ്ഞാട്ടെ. ഇന്നൊരു തിരുത്തപ്പെടൽ നടന്നാട്ടെ. ഇനിയൊരവസരം കിട്ടിയില്ലെങ്കിലോ? ഇപ്പോഴാണ് സുപ്രസാദകാലം. ഇത് തന്നെ രക്ഷാ ദിവസം. ഇത് ദുഷ്കാലമാകയാൽ, മരണം പതിയിരിക്കുന്ന കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്കൊരായിരം നന്ദി. നീ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തട്ടി തട്ടി ശക്തമായി ഞങ്ങളോട് വാദിച്ചൊരു രാത്രിയാണല്ലോ ഇത്. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണമെന്ന് കാര്യകാരണസഹിതം നീ ഞങ്ങളോട് സംസാരിച്ച രാത്രിയാണല്ലോ ഇത്. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണെന്ന്, ആകാത്തിരത്തോളം പഴയ സൃഷ്ടിയാണെന്ന്, പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന്, പാപിയുടെ അവകാശം നരകമാണെന്ന്, പുതിയ സൃഷ്ടിയായാൽ സ്വർഗം കിട്ടുമെന്ന്, കർത്താവിനെ പ്രാപിച്ചാൽ കർത്താവിനെ പോലെയാകാമെന്ന്,
എണ്ണി എണ്ണി കേൾപ്പിച്ച തമ്പുരാനെ, ഈ രാത്രി കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. ഇവിടെ നിന്ന് ചില മക്കളൊക്കെ നുറുങ്ങി കരയുന്നുണ്ട്. അവരുടെ ജീവിതത്തെ ഇന്ന് നിനക്ക് തരുന്നുണ്ട്. സത്യമായിട്ടും ഈ മുറ്റത്ത് ഒരു പാവിയെങ്കിലും ഇന്ന് രാത്രി അനുദപിച്ച് കരഞ്ഞ് കലങ്ങി മാനസാന്തരപ്പെട്ടെങ്കിൽ ദൈവമേ, ശുശ്രൂഷ ഫലം കണ്ടു. അല്ലെന്നെങ്കിൽ ഇത് വൃഥാ പ്രയത്നം എന്ന് എണ്ണപ്പെടുമല്ലോ. അപ്പനെ, ഈ ജനത്തെ നീ നെഞ്ചിലേറ്റിക്കൊള്ളണം. ഞങ്ങളുടെ പ്രധാനാചാര്യൻ ഇന്ന് ഞങ്ങൾക്ക് നേതൃത്വം തന്നല്ലോ. തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ, ഞങ്ങളുടെ ആനക്കുഴി അച്ഛൻ കഴിഞ്ഞ നാളിൽ ഒരുപാട് ക്ലേശം സഹിച്ചു. പൂർണ്ണമായ റിക്കവർ ചെയ്ത് എന്നെ സ്തുതിക്കാൻ ശക്തി കൊടുക്കണം. ഞങ്ങളുടെ സമ്മാശനെ, ഞങ്ങളുടെ സിസ്റ്ററെ കർത്താവ് ശക്തീകരിക്കും. കൂടി വന്ന സകല മക്കളെയും കർത്താവ് സൗഖ്യമാക്കി ശക്തീകരിച്ച് ബലപ്പെടുത്തി അഭിഷേകം ചെയ്ത് നിറയ്ക്കണം. ആരും വന്നതുപോലെ മടങ്ങരുതേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കും. ശബ്ദം വിളിച്ചു നിയന്ത്രിച്ച കുഞ്ഞുങ്ങൾ, പാട്ടുപാടി അനുഗ്രഹിച്ച മക്കൾ, ഇതിനുവേണ്ടി കൈത്താങ്ങൾ കൊടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ലോകവും അതിൻ്റെ മോഹവും അഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് വിരിക്കുമെന്ന പ്രമാണം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പായി കാണാൻ, അതെ, ദൈവ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ, പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ബലഹീനദാസനെ ശക്തീകരിച്ച വൻകൃപയ്ക്കായി സ്തോത്രം. വളരെ വിനയത്തോടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു പൊന്നു തമ്പുരാനെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മഹത്വം കർത്താവിന്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. കഷ്ടമിനി വരികയില്ല.